സോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നമ്മൾ പറയുന്നത് പോലെ തന്നെ തുടക്കം ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നാകാം. ഹാപ്പി ന്യൂ ഇയർ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം. അതിനേക്കാളും കൂടുതൽ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ഒരു ബുക്ക് റിവ്യൂ തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ദ വേ ഓഫ് ലൈഫ്, ലൂയിസ് ഹേ. മനോഹരമായ ഒരു പുസ്തകമാണ്. അതിനേക്കാളൊക്കെ ഉപരി ആ സബ്ജക്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ആ ഒരു വിഷയം അതെത്ര മഹത്തരമാണെന്ന് ഈ ബുക്കിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. എന്തൊക്കെയാണ് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് അതിൻ്റെ എസൻസ് നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ പകർത്താം. 3 അധ്യായങ്ങളുണ്ട്. 3 ഭാഗങ്ങളായിട്ട് അധ്യായങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കൃതജ്ഞതയുടെ ശക്തി, ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, നന്ദി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റം വരുത്തിയിട്ടുണ്ട്. ജീവിത മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് നമുക്ക് കൃതജ്ഞതയെ കാണാം. നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ഓമന ടീച്ചർ ഇവിടെ പറഞ്ഞു. ഓമന ടീച്ചറുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയും. ആദ്യമേ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ തലം അല്ലേ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു നന്ദിയുടെ മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങളും അത്രമാത്രം ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം അടിസ്ഥാന തത്വങ്ങൾ. അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ കൃതജ്ഞതയുടെ ശക്തിയാണ്, പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എത്രമാത്രം ജീവിതമാറ്റം വരുത്തുന്ന ശക്തിയാണെന്ന് ഗ്രാറ്റിറ്റ്യൂഡിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഫർമേഷൻ എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം അഫർമേഷൻ്റെ ഒരു പാർട്ടാണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷനിലൂടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലേക്ക്, പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് അതിൻ്റെ ഒഴുക്ക് മാറുമ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ പ്യുവർ ആകും, അല്ലേ? വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും എല്ലാം മാറി ഒരു നോർമലൈസ്ഡ് റിലാക്സ്ഡ് മൂഡിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമുക്ക് എന്തിനും ഒരു മോട്ടിവേഷൻ തരുന്ന രീതിയിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ എത്താൻ ഈ അഫർമേഷൻസ് വളരെ പ്രയോജനകരമാണ്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവനാണ് എന്നുള്ളതാണ് ആദ്യത്തെ. ഇതൊരു നമ്മൾ പറഞ്ഞൊരു കണ്ടൻമെൻറ്റിൻ്റെ, സംതൃപ്തിയുടെ ഒരു അഫർമേഷനാണ്. എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ചലനമില്ലാതെ പോകുന്നതാണെങ്കിൽ അതെല്ലാം, എല്ലാ കാര്യങ്ങളിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, നന്ദിയുള്ളവനാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് തന്നെയാണ്. എന്നുവെച്ചാൽ വിരോധത്തിലുള്ള രീതിയിൽ, വിരോധം വരുന്ന രീതിയിലുള്ള വാക്കുകൾക്ക് പകരം ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പൂർണ്ണമായിട്ടും സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഒരു നല്ല തൃപ്തിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മനോഹരമായ അഫർമേഷനാണ്. ഒരുപക്ഷെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ബുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഫർമേഷനാണ്. ഞാൻ എല്ലാ കാര്യത്തിലും നന്ദിയുള്ളവനാണ്. ഞാൻ ചെറുതും വലുതും ഏത് തരത്തിലും ഏത് രീതിയിലുമുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ നന്ദിയുള്ളവർ. ഇതെല്ലാം ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇതെൻ്റെ അനുഭവ ഗുണമായി വന്നു ചേരേണ്ടതാണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഏറ്റവും മനോഹരമായ ഒരു അഫർമേഷനാണ് ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതിന് നമുക്കൊന്നും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്ദി പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ളതും അതിനെ നമ്മൾ നന്മയായിട്ട് തന്നെ കാണുകയാണ്, അനുഗ്രഹമായിട്ട് കാണുകയാണ്. നെഗറ്റീവ് വൈബ് നമുക്ക് തരുന്ന കാര്യത്തെയും ഒരു പുതിയ നന്മയുടെ, പുതിയൊരു അനുഗ്രഹത്തിൻ്റെ തുടക്കമായി കണ്ടുകൊണ്ട് എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു മനോഭാവം. അപ്പം ഇതാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളതിനെ ഇങ്ങനെ ചിന്തിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്ദി കൊണ്ട് നിറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് നന്ദി പറയാനുള്ള 3 കാര്യങ്ങൾ എഴുതുക. അപ്പം ഇതെപ്പോഴും ഒരു തിയറട്ടിക്കൽ എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഒരു പ്രായോഗിക പരിശീലന രീതിയിലാണ് ഈ ബുക്കിൻ്റെ കോൺസെപ്റ്റ്.
അപ്പൊ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ നമ്മളോട് പറയുന്ന ഇതാണ്: എനിക്ക് നന്ദി പറയാനുള്ള മൂന്ന്. ഇത് നമ്മൾ ന്യൂ ഇയറിന്റെ തുടക്കമാണ്. നമുക്ക് മനസ്സിൽ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കാം. ഇന്ന് നന്ദി പറയാൻ മൂന്നോ അതിലോ കാര്യങ്ങൾ, അതിൽ കൂടുതലോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ, ഏറ്റവും പ്രാധാന്യമുള്ള, നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ എഴുതുക. ഇവിടെ മനസ്സിൽ എഴുതുക എപ്പോഴും പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരു പ്രോംപ്റ്റ് എഴുതാനാണ് പറയുന്നത്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രോംപ്റ്റ് എഴുതാനാണ് പറയുന്നത്, ജേണൽ എഴുതാനാണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ എഴുതിയാൽ അതിന് അത്ര സ്ഥായിയായ റിസൾട്ട് കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്മളുടെ ജേണലിലേക്ക് എഴുതണം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് ആ ജേണലിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക. സോ അതിൽ മൂന്ന് കാര്യങ്ങൾ, മൂന്നല്ല, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ലൈഫിൽ ഇന്ന് ഈ 2026 തുടങ്ങി മുതൽ മിക്കവാറും എല്ലാവരും ഒക്കെ 2026 ആ തുടക്കം കണ്ടു കാണാൻ സാധ്യതയുണ്ട്. കാരണം മനോഹരമായ ഒരു തുടക്കമാണ്, പ്രതീക്ഷകളുടെ ഒരു തുടക്കമായതുകൊണ്ട് 2026 തുടക്കം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒത്തിരി നന്ദിയുടെ അനുഭവങ്ങൾ, ആ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. രണ്ട് ഗുണങ്ങളാണിത്. ഇത് നമ്മൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ മെമ്മറിയെ നമ്മളൊന്ന് റീചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയെ ഒരിക്കൽ കൂടി ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ. നമ്മളിങ്ങനെ പറയും ന്യൂറോ പ്ലാസ്റ്റിറ്റി, ബ്രെയിൻ റീവയറിംഗ് എന്നൊക്കെ പറയും. നമ്മൾ ചെയ്ത കാര്യങ്ങളെ വീണ്ടും വീണ്ടും ശ്രദ്ധയോടെ ഓർക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ നന്ദിയോടൊപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ ആ കപ്പാസിറ്റി നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മൂന്ന് കാര്യങ്ങളെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഇതാണ് ഇന്ന് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും നന്ദിയുള്ളതാണ്, ഏത് സാഹചര്യത്തിലും നന്ദിയുള്ളതാണ്, നന്ദിയുടെ അനുഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ അനുഭവത്തിൽ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇന്ന് നന്ദി പറയാൻ പറ്റിയ ഒരു മനോഹരമായ ഇൻസിഡന്റിനെ കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഇന്ന് നന്ദി പറയാൻ അവസരം കിട്ടിയ ഏതെങ്കിലും ഒരു മനോഹരമായ ഇവന്റ്, നന്ദി പറയണം, നന്ദി പറയേണ്ടതാണ് എന്ന് മനസ്സിൽ കണ്ട ഇന്നത്തെ ന്യൂ ഇയറിലെ മനോഹരമായൊരു ഇവന്റ് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഇന്ന് ഞാനൊരു പറയാം. വോയിസ് കേൾക്കുമെന്നറിയില്ല. വേണുഗോപാൽ സാർ പറയും, വേണുഗോപാൽ സാർ പറയും. അതായത് ഇന്നലെ വൈകിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടുവന്നു. അപ്പോൾ കേടുവന്നപ്പോൾ ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരാളെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വർക്ക് ഏറ്റെടുത്ത് പോയി, നാളെ എന്തായാലും ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു. ഇന്നയാൾ കൃത്യസമയത്ത് വന്നിട്ട് പിന്നെ അദ്ദേഹം അത് റിപ്പയർ ചെയ്ത് സംഗതി സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൽ പോയി. അദ്ദേഹം പൈസ വാങ്ങിച്ചു, എങ്കിലും എനിക്ക് അദ്ദേഹത്തോട് നന്ദി ഉണ്ടായിരുന്നു. ഞാനൊരു താങ്ക്സ് പറഞ്ഞു അദ്ദേഹത്തോട്. അങ്ങനൊരു അവസരം ഉണ്ടായി. അദ്ദേഹം കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആ നല്ല കാര്യം ചെയ്തു തന്നപ്പോൾ എനിക്ക് ഇവിടെ വൈഫാണെങ്കിൽ കാത്തിരിക്കുക, ഒരുപാട് അലക്കാനുണ്ട്, അത് നടന്നല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. യെസ് സാർ. വേറെ ആർക്കെങ്കിലും? കാരണം ഇതൊരു നല്ലൊരു പ്രാക്ടീസാണ്. ഞാൻ പറയാം സാറേ. രമാവതി മാം പറയും. അതായത് ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഒരു 30 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു എഗ്രിമെന്റ് കേസ് വസ്തുവിന്റെ. അതിന് 3 മാസം മുമ്പ് അതിന്റെ വിധി ഉണ്ടായി ഹൈക്കോടതിയിൽ നിന്ന്. ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അപ്പൊ എതിർ കക്ഷിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക കൊടുക്കണമെന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾക്ക് 2-3 മാസമായിട്ട് ഞങ്ങൾ അതിനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അത് ഞങ്ങൾ കൊടുത്തു തീർത്ത് ഈശ്വരന് വളരെ നന്ദി. കാരണം എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് സാധിച്ചിരിക്കും. ഈശ്വരനോട് വളരെ വളരെ നന്ദി, പ്രപഞ്ചത്തോടും എല്ലാം വളരെ നന്ദി സാർ. എല്ലാ ടെൻഷനും മാറി ഒരു പുതുവർഷത്തിലേക്ക് മാറി അല്ലേ? അതെ അതെ, വളരെ ടെൻഷനാണ് ഞങ്ങൾക്ക്. കേസ് 30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒന്നും ആരുമില്ല, നടത്താൻ ആരുമില്ല. അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛനോട് നമുക്ക് വേറെ ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഹൈക്കോടതി വരെ പോകുന്നത്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആ എതിർകക്ഷിക്കുള്ള നഷ്ടപരിഹാരം ഇന്ന് കെട്ടിവെച്ചു. അപ്പൊ അത് ഏറ്റവും വലിയൊരു, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാറേ, എനിക്കിന്ന് രാവിലെ ഉണർന്ന് എഴുന്നേക്കാൻ ദൈവം അനുഗ്രഹം തന്നതിന് വളരെ നന്ദിയുള്ളവനാണ്. ഈ വർഷം കൂടാതെ ഒത്തിരി വേറെ കാര്യങ്ങളുണ്ട്. ശരീരത്തിൻ്റെ എൻ്റെ മുഖം, എൻ്റെ ശരീരം, ഇതിനെല്ലാം ഇപ്പോഴും നല്ല എനർജറ്റിക്കായിട്ട് ആരോഗ്യമുള്ളതായിട്ടിരിക്കുന്നു.
അതോടൊപ്പം തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് എന്നെ വിളിക്കുകയും ഗ്രീറ്റിംഗ്സ് അയക്കുകയും ചെയ്തു. ഇതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. സാധാരണ കിട്ടുന്നേക്കാൾ പതിവിൽ കൂടുതൽ പൈസ എൻ്റെ കയ്യിലേക്ക് ഇന്ന് വന്നു ചേർന്നു. എന്നെ പലരും വിളിക്കും, മനസ്സിന് വളരെ സന്തോഷമാണ്. വളരെ തിരക്ക് പിടിച്ചതാണ്. അതെല്ലാം നമ്മുടെ ഫ്രണ്ട്സുകളും സ്റ്റുഡൻസുമായിട്ടുള്ളവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് ആരോഗ്യത്തിന് എൻ്റെ ഭാര്യയും ആയിട്ട് ജീവിക്കാൻ കഴിയുന്നു, മക്കളുമായിട്ടൊക്കെ കഴിയാൻ സാധിക്കുന്നു. നമ്മുടെ സാബു സാറിനെ പോലെയും വിളകനാൻ സാറിനെ പോലെയും ഒക്കെ ഇവരൊക്കെ നേരി കണ്ടിട്ടുള്ളവരാണ്. അവരുമായിട്ടൊക്കെ ഇപ്പോഴും കാണാനും സംസാരിക്കാനും ഒക്കെ അനുഗ്രഹം ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഞാൻ വളരെ നന്ദിയുള്ളവരാണ്. ഒത്തിരി നന്ദി, അബൻഡൻസ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഒത്തിരി സുഹൃത്തുക്കൾ ഈ വർഷം എനിക്ക് ലഭിച്ചു. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആരുള്ള? രാജു സാർ പറയുന്നു. ജോർജ് സാർ എന്തോ പറയാൻ വന്നു. സാറേ താങ്ക്സ്. 2026 കൂടെ ജീവിക്കാൻ അവസരം കിട്ടി. ഈ നേരം വരെ സുഖമായിരിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഈ നിമിഷത്തെ ഓർമ്മിക്കുന്നു. പ്രകൃതിയോട്, സർവേശ്വരനോട് അങ്ങേയറ്റം നന്ദി. ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും നന്ദി. താങ്ക് യു സർ. ഓക്കെ. ഓമന ടീച്ചർ. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ലാപ്ടോപ്പ് കേടായിരുന്നു. വേറെ ലാപ്ടോപ്പ് വാങ്ങിക്കാനായിട്ട് അന്വേഷിച്ചു. പുതിയ ലാപ്ടോപ്പിന് 40,000 രൂപയൊക്കെ വേണം. ഞാൻ സെക്കൻഡ് ഹാൻഡ് അന്വേഷിച്ചു, അതും കിട്ടിയില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു ഡെസ്ക്ടോപ്പ് 10,000 രൂപയ്ക്ക്, അതായത് സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷെ നല്ല കപ്പാസിറ്റി ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ കിട്ടി. ഓക്കെ സാർ, താങ്ക് യു. ഓമന ടീച്ചർ. ഞാൻ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് വലിയ കാര്യം. എൻ്റെ ഫാദർ 56 വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാനും അത്രയൊക്കെ ആകുമ്പോൾ മരിച്ചു പോകും എന്നാ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 50 കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പിള്ളേരൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പം മരിച്ചു പോയാൽ പിള്ളേർക്ക് കാര്യമില്ലാണ്ടായി പോകുമല്ലോ. കാരണം എൻ്റെ കൺട്രോളിലായിരുന്നു അവർ. പക്ഷെ ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു. അതിലും വലിയ ഭാഗ്യം എന്നാ സാറേ വേണ്ടി. പിന്നെ എനിക്കിപ്പം ഈ ക്ലാസ്സൊക്കെ സാറിപ്പോ ഈയിടെ തന്ന സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്യാനൊക്കെ എനിക്ക് സമയവും സാഹചര്യവും ഒക്കെ ദൈവം തന്നിട്ടുണ്ടല്ലോ. ഇവിടെ പിള്ളേരാരും ഇല്ല. അപ്പം ഞാൻ വളരെ ഫ്രീ ആണ്. അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. ഇവിടെ കാപ്പിപറി നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കരാറൊക്കെയാണ്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തൊന്നും ഒന്നും ചെയ്യാനില്ല. അത്രയൊക്കെ സൗഭാഗ്യം കിട്ടിയാൽ പോരെ. തീർച്ചയായും. താങ്ക് യു. രത്നമാൻ എന്തോ പറയുന്നുണ്ടല്ലോ. രത്നമാൻ. സാറേ, ഒരു കാര്യം കൂടെ, ഇത് എനിക്ക് പറയാൻ ഇവിടെ അവസരം തന്ന സാബു സാറിന് വളരെ നന്ദി. ഓക്കെ ഓക്കെ. രത്നമാൻ എന്തൊക്കെ പറയുന്നോ? കേൾക്കുന്നില്ല. സാറേ എന്റെ ഒച്ച കേൾക്കുമെന്നല്ല ഞാൻ പറയാറുണ്ട് കേട്ടോ. പറഞ്ഞോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണ്ണീറ്റാ ഉടനെ തന്നെ പറഞ്ഞു. സൗണ്ട് ഇല്ല. ഓക്കെ, രമാദിമാൻ പറയും. കേൾക്കാമോ സാറേ? കേൾക്കാം, വണ്ടിയിലാണ്. പറയും. അതായത് പിന്നെ ഞാൻ ഒരു മൂവിയിൽ ഒരമ്മയായിട്ട് അഭിനയിച്ചു. അപ്പൊ അതിൽ ഡയലോഗ് ഉണ്ടല്ലോ സാർ, ഒരു ചെറിയ ഡയലോഗേ ഉള്ളൂ, 2-3 മിനിറ്റിന്റെ സംഭവമേ ഉള്ളൂ. അപ്പം സാധാരണ ഒരു മുകൾ പരപ്പിൽ അഭിനയിച്ചിട്ടാകുമ്പം നടിയുടെ അമ്മയായിട്ട് ഡയലോഗ് വേറെ ആളെ കൊണ്ട് പറയിച്ചിട്ട് ആ പടം കാണുമ്പോ മോൻ പറഞ്ഞു, മമ്മി അഭിനയിച്ചോളാം, ഡയലോഗ് എനിക്ക് അതിന്റെ അവരെ ഒച്ച കേട്ടിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഡയറക്ടർ പിന്നെ ഈ എറണാകുളത്ത് പിന്നെ ഇന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് എനിക്ക് വേണ്ടിയിട്ട് അവര് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അവര് കാത്തു നിൽക്കുക സാറേ. ഓട്ടോറിക്ഷ ഇറങ്ങുമ്പോ ഇത് സ്ഥലം പറഞ്ഞു തന്നിട്ട് സാറ് പറഞ്ഞു, ചേച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ആരെക്കൊണ്ടെങ്കിലും പറയിച്ചാൽ മതി, ഒരു ചെറിയ സംഭവമേ ഉള്ളൂ, പക്ഷെ നിങ്ങള് എന്നെ ഈ പിന്നെ ഇതില് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് നല്ല സന്തോഷം തോന്നി സാർ. കാരണം ഒരാളോട് ആ ഒരു ഇഷ്ടം കൊണ്ടല്ലേ, ഇല്ലെങ്കിൽ പിന്നെ ഒരു 10-500 രൂപ കൊടുത്താലേ അവർക്ക് ആരെ കൊണ്ടെങ്കിൽ ഡയലോഗ് പറയിച്ചാൽ മതി. അപ്പൊ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ഇത്രയും വലിയ കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത്. ഓക്കെ, വിജയരാമൻ സാർ. ഓക്കെ, ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ഒരുപാട് ചിന്തിച്ചൊരു ദിവസമായിരുന്നു. ഇപ്പോ ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പൊ ഓരോരുത്തരൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുമാതിരി നമുക്ക് മൂഡ് സ്വിങ്സും അതുപോലെ ദേഷ്യം അല്ലെ, പലരോടും പകയോ
അങ്ങനെ ബാഡ് ഫീലിങ്സ് ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല എന്ന് വിചാരിക്കുന്നത്. അതുപോലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതെ. അപ്പൊ എനിക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തത കൈവന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചതിന് ശേഷം തന്നെയാണ്. അപ്പൊ അത് പഠിച്ച ഗുരു നമ്മുടെ സ്റ്റീഫൻ സാർ, പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ നന്നായിട്ട് കുറെ നേരം സംസാരിച്ചു, നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്ക് നന്ദി പറയേണ്ട കാര്യം എന്താ പറഞ്ഞാൽ അവിടുന്നാണ് തുടക്കം. അതിനുശേഷമാണ് ഈ നല്ല ആൾക്കാരെല്ലാം എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ആൾക്കാർ, സാബു സാറ്, അതുപോലെ തന്നെ MSc കൗൺസിലിംഗ് ഫാമിലി തെറാപ്പി ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെയാണ്. അതിനെന്ത് കുറവ് മറ്റാര് പറഞ്ഞാലും ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും. ആണ് ഇപ്പോഴും ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ള സൈക്കോ തെറാപ്പിയോട്, അതിന്റെ പേഴ്സണാലിറ്റി തിയറിയോട് ഒരുപാട് നന്ദി എന്റെ മനസ്സിൽ തോന്നി. ഞാൻ സംസാരിക്കുകയും ചെയ്തു. നന്ദൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നന്ദൻ സാറിനെ വിളിച്ചപ്പോ ഇതേ സബ്ജക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നമ്മളുടെ തുടക്കം, അല്ലെ? തുടക്കം നമുക്ക് തുടക്കം അതാണ്. ചുറ്റുപാടിന് മാറ്റം വരുത്തി തന്നു. അടിസ്ഥാനം അതാണ്. ഇപ്പൊ അത് പരിപൂർണമല്ല, അത് കംപ്ലീറ്റ് മോഡേൺ സൈക്കോളജിയോട് പലതും എങ്കിൽ കൂടി അതിൽ പറയുന്നതല്ല. ഞാൻ സന്താസ് സാറോട് സംസാരിച്ച വിഷയം ഇതാണ്. ഇപ്പൊ മോഡേൺ സൈക്കോളജി ഇത്ര വലിയ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിൽ എല്ലാ മേജർ മാനസിക രോഗത്തിനും അതിന് ചികിത്സ ഇല്ല. അതിന്റെ ചികിത്സയുടെ വകുപ്പേ ഇല്ല, മാനേജ്മെന്റ് ഉള്ളു. ശരിയല്ലേ? ഏത് മേജർ മനോരോഗമാണെങ്കിലും ഈ മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നത് അത് വെച്ച് നിങ്ങൾ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഗുളികയും കഴിച്ചിട്ട് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞതാണ്. ഇത് ആ സമയത്ത് ഒരു 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 എന്താ പറയാ, ദൈവതുല്യനായുള്ള മനഃശാസ്ത്രം വരുന്നു. ആ പുള്ളി പറയുന്നു, ഞാൻ ക്യൂർ ആണ്, ഞാൻ ഭേദപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഈ മാനേജ്മെന്റ് അല്ല എന്നുള്ള നിലയ്ക്ക് വരുന്ന ഒരു വ്യക്തി. അത് പല കാര്യങ്ങൾക്കും അടിസ്ഥാനം ഇട്ടു. അതില് പിന്നീടുള്ളത് അതിലൊക്കെയാണ് ആൾക്കാർക്ക് സംശയമുള്ളൂ. എങ്കിൽ കൂടി ഇതൊരു നല്ല അടിസ്ഥാനമായിരുന്നു. എനിക്ക് ആ സൈക്കോ തെറാപ്പിയോടും പേഴ്സണാലിറ്റിയോടും ഒരുപാട് നന്ദിയുണ്ട്. ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി. വളരെ വ്യത്യസ്തമായ ഒരു നന്ദിയുടെ അനുഭവം. ഓക്കെ, ഉദയനൻ സാർ അൺമ്യൂട്ട് ചെയ്തു. സാർ, വീണ്ടും എല്ലാവർക്കും പുതുവത്സരാശംസ തരികയാണ്. ജയറാം സാറ് പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളുടെ ഒരു വ്യത്യസ്ത രൂപമാണ് എനിക്കുള്ളത്. വൈകിയ വേളയിൽ മനഃശാസ്ത്രം പഠിക്കാൻ പോയി, ചെന്നുപെട്ടതൊരു വലിയ മടയിലാണെന്നൊക്കെ പറയാം. അവിടുന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമാണ് ഈ ശാസ്ത്രം കൊണ്ട് എനിക്ക് കിട്ടിയത്. എമ്പതി അതിൻ്റെ കൂടെ വന്നപ്പോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനുഷ്യരോട് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ പലരും ചോദിക്കും, സാറേ പൈസ കിട്ടുന്നില്ലേ? ഉണ്ട്. പൈസ അതൊരു വശത്ത് മാത്രമാണ്. പൈസ ഇല്ലാത്ത പലരെയും സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇന്നലെ വരാമെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അയാളുടെ ജ്യേഷ്ഠനുമായിട്ട് സംസാരിക്കുമ്പോൾ സൈക്കോസിസ് എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ആ 28-കാരൻ എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളിലൊരു ചെറിയ ഭയം, എനിക്കത് ചെയ്യാൻ പറ്റുമോ? കാരണം അത് സൈക്കാട്രിയിലേക്ക് വിടേണ്ട ഒരു അവസ്ഥയല്ലേ. അയാൾ കോഴിക്കോട് നിന്നാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു, എന്ത് തന്നെയായാലും നിങ്ങൾ വരൂ, വന്നിട്ട് നിങ്ങളുടെ അസസ്മെന്റ് ആയിരിക്കണം എന്നില്ല എൻ്റെ അസസ്മെന്റ്. അത് നോക്കിയ ശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പം അദ്ദേഹം വരുന്നതും കാത്ത് 2 ദിവസം കൂടി തള്ളേണ്ടിയിരിക്കുന്നു. ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഉള്ളില് മറ്റൊരാളോടുള്ള എമ്പതി ഉണ്ടെങ്കിൽ തീർച്ചയായും നന്ദി ഈശ്വരനോടാണ് പറയേണ്ടത്, നമ്മുടെ ചുറ്റുപാടുകളോടാണ് പറയേണ്ടത്. നന്ദി പറയാതെ ഒരു ദിവസം പോലും ഉറങ്ങിയാൽ ആ ഉറക്കത്തിന് പൂർണ്ണത കിട്ടുകയില്ല. മാത്രമല്ല, രാവിലെ എഴുന്നേൽക്കുമ്പം അതിൻ്റെ തളർച്ച നമ്മിലുണ്ടാവും. ഇത്ര എനിക്ക് പറയാനുള്ളൂ സാർ. ഓക്കെ സാർ, തീർച്ചയായും അത് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ബുക്കിൻ്റെ രണ്ടാമത്തെ ഭാഗം ദൈനംദിന ജീവിതത്തിൽ കൃതജ്ഞത. ഇപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിൽ തോന്നിയ കൃതജ്ഞതയുടെ അനുഭവമാണ്, അല്ലേ? ഒരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത്രയും നല്ലൊരു അനുഭവമില്ല, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിനപ്പുറത്തൊരു ആറ്റിറ്റ്യൂഡ് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ രണ്ടാമത്തെ ഈ ഭാഗത്തിൽ പറയുന്നത്
എൻ്റെ ശരീരത്തിന് നന്ദി പറയുക എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മൈ ബോഡി. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഓരോ ഇന്നർ അവയവങ്ങൾക്കും ഓർഗൻസിനെല്ലാം നമ്മൾ നോക്കുക. നമ്മുടെ ശരീരം ഏറ്റവും വലിയ സ്വത്താണ്. ഇത് പലപ്പോഴും തിരിച്ചറിയാതെയാണ് നമ്മുടെ ഓട്ടം. കഴിഞ്ഞ വർഷം നമ്മൾ ഒത്തിരി ഇങ്ങനെ ഓടിയിട്ടുണ്ട്. അതിനോടുള്ള നന്ദി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവം, ഈവൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ഓരോ കോശങ്ങൾക്കും ഓർമ്മയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ശരീരകോശങ്ങളെയും പോലും നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. PMR ഒക്കെ ചെയ്യുമ്പോൾ, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ചെയ്യുമ്പോൾ ഓരോ കോശങ്ങൾക്ക് പോലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിനും ഞാൻ നന്ദി പറയുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് ശാരീരികമായ തലത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്തു. നമ്മൾ സെൽഫ് ടോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇന്നർ വോയിസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ അറിയുക, ശരീരത്തോട് നമ്മൾ സംസാരിക്കുക, ശരീരത്തിൻ്റെ ചലനങ്ങൾ, ശരീരത്തിൻ്റെ സംസാരം കേൾക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ശരീരത്തിൻ്റെ ഓരോ ഭാഗവും, കാലുകൾ, കണ്ണുകൾ, ശ്വാസകോശങ്ങൾ, എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസ്, മുഖത്തുള്ള എല്ലാ അവയവങ്ങളും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത്ഭുതകരമായി അതിൻ്റെ പ്രവൃത്തി നിറവേറ്റിക്കൊണ്ട് അത് നമ്മളെ സഹായിക്കുന്നു. അപ്പം എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡും വേണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ അവഗണിക്കുകയാണ്, അല്ലേ? ഒരു ഓട്ടത്തിലാണ്, അതിഭയങ്കരമായ ഒരു ഓട്ടത്തിലാണ്. പക്ഷെ ഈ ഓട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന അവയവങ്ങളുടെ സാധ്യതകളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ്. വേറെ ഒന്നും വേണ്ട, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അല്ലേ? നമ്മുടെ ആമാശയത്തിലുള്ള മൈക്രോബയോംസ് എന്ന് പറയുന്ന ആ മനോഹരമായ ലോകത്തെ പോലും നശിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? വെള്ളം കുടിക്കാൻ മടിക്കുന്നു. ശരീരത്തിൽ 70% വെള്ളമാണ്. വെള്ളം എപ്പോഴും ആവശ്യമാണ്. പലപ്പോഴും വെള്ളം അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ, പക്ഷെ നമ്മൾ മനസ്സിൻ്റെ ഓട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മുടെ ശരീരത്തെ പൂർണ്ണ ശ്രദ്ധയോടെ, നന്ദിയോടെ കാണണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും സുഖവും എന്നിവിടെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ശരീരം ഇന്ന് എനിക്കായി ചെയ്ത ഒരു നന്ദിയുടെ കാര്യം എഴുതുക. ഞാൻ പറഞ്ഞു, ബുക്ക് എപ്പോഴും പറയുന്നത് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ ശരീരം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ അത് ശരിക്കും ജേണൽ പോലെ അത് കുറിച്ച് വയ്ക്കുക. ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാം. വളരെ സവിശേഷമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ജേണൽ ചെയ്യുക എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഗം പറയുന്നത്. അടുത്ത വിഷയം എന്ന് പറയുന്നത് എൻ്റെ വരുമാനവും എൻ്റെ സമ്പത്തും. നമ്മളെല്ലാവരും സത്യത്തിൽ റിച്ചാണ്, അല്ലേ? റിച്ച് റിസോഴ്സ് ഉള്ളവരാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് മൈ വർക്ക് ആൻഡ് മൈ പ്രോസ്പെരിറ്റി. നമ്മുടെ പണം, നമ്മുടെ ജോലിയോടുള്ള മനോഭാവം, ഇതെല്ലാം ഒരു നന്ദിയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ നമുക്കതിനെ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. ആ പണമൊക്കെ സംതൃപ്തി നൽകും. ഇത് മതി എന്നൊരു മനോഭാവം നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം, ഇതെല്ലാം തീർച്ചയായിട്ടും. അപ്പം എൻ്റെ വരുമാനത്തിനും എൻ്റെ സമ്പത്തിനും നന്ദി. എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ്റെ ജീവിതത്തിന് ഉതകുന്നതാണ്, സഫീഷ്യൻ്റ് ആണ്. നമുക്കറിയാം, പലപ്പോഴും അത്യാഗ്രഹത്തിൻ്റെയൊക്കെ പുറകെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ വരുമാനവും നമ്മുടെ സമ്പത്തും, നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി അടുത്ത വരുമാനവും സമ്പത്തും. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതാണ്: വെല്ലുവിളികളെ നന്ദിയോടെ കാണുക. വെല്ലുവിളികളും കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് നമ്മൾ, എങ്ങനെയാണ് നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത്? പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം, അല്ലേ? വെല്ലുവിളികളും കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ പഴിക്കുക ചെയ്യുന്നത്. ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു സാധ്യത പോലും നമ്മുടെ മുമ്പിൽ വരാറില്ല. ആരെങ്കിലും പറയുമോ ഇതൊക്കെ എനിക്ക് നന്മയ്ക്ക് വേണ്ടി വരുന്നതാണെന്ന്? പൊതുവെ ആരും പറയാറില്ല. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വന്ന് ഇത് നമ്മൾ പിടിച്ചേ വിടൂ എന്നല്ലെങ്കിൽ ഒരിക്കലും പോകത്തില്ലെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ചെറിയ ബിലീഫിൻ്റെ തലത്തിലൊക്കെ പറയാറുണ്ട്, ഇതിന് ശേഷം, ഈ കയറ്റത്തിന് ശേഷം നല്ലൊരു താഴ്ചയായിരിക്കും എന്നൊക്കെ നമ്മൾ ആശ്വസിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വെല്ലുവിളികളെ നന്ദിയുടെ തലങ്ങളിൽ കാണണം. വെല്ലുവിളികളും അതുപോലെ തന്നെ കഷ്ടതകളെയും കൃതജ്ഞതയോടെ, ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഫോർ ചാലഞ്ചസ്, അങ്ങനെയുള്ള ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. കാരണം ബാക്കിയുള്ള കാര്യങ്ങളെക്കാളൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസിലിയൻസ് പ്രാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ റെസിലിയൻസ് പ്രാപിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രോസസ്സാണ്
നന്ദിയോടുകൂടി ഈ വെല്ലുവിളികളെ നേരിടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു അഫർമേഷൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും എന്നെ ബുദ്ധിമാനാക്കാനും ശക്തിമാനാക്കാനുമാണ്. ശക്തനും ബുദ്ധിമാനുമാക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു അളവുകോലാണ് നമുക്ക് നൽകുന്നത്. എൻ്റെ മുഴുവൻ ജീവിതത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. എൻ്റെ എല്ലാ രസകരമായ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. അപ്പോൾ അത് വെല്ലുവിളികൾ എന്ന് പറയുന്നതിനെ അതിനെ കൃത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുക എന്നുള്ളതാണ്. വെല്ലുവിളികളെ ഒരു മോശമായ ആറ്റിറ്റ്യൂഡോടെയല്ല, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ തന്നെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പുതിയ വഴി, പുതിയൊരു ജീവിതത്തിന് ഒരു പാത നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സസൈസ് പറയുന്നുണ്ട്. ഇന്ന് എനിക്ക് സങ്കടം തോന്നിയ ഒരു അനുഭവം, ഒരു സന്ദർഭത്തെക്കുറിച്ച് എഴുതുക. തന്നെയുമല്ല, ആ സംഭവത്തിൽ നിന്ന് നിങ്ങൾ ലഭിച്ച ഒരു പാഠം എന്താണെന്നും കണ്ടെത്തുക. ആ പാഠത്തിനെ സ്വീകരിച്ചുകൊണ്ട് ആ സംഭവത്തിന് ഒരു നന്ദി പറയുക. ഒരുപക്ഷെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതിയാൽ നമ്മുടെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും, അല്ലേ? അപ്പോൾ ഉണ്ടാകുന്ന മാനസികവും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷണൽ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ അതിനെ ഒന്ന് എഴുതി കഴിയുമ്പോൾ ആ സംഭവത്തിലൂടെ നമുക്ക് ലഭിച്ച പാഠങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒരു ഫൊർഗിവ്നെസ്സിൻ്റെ തലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ തലമോ ഇതില്ലെങ്കിൽ ഒരു പുതിയ ലേണിങ്ങിൻ്റെ തലമോ ഒക്കെ തുറന്നു കിട്ടുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പാഠത്തെ നന്ദിയോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. അപ്പോൾ പ്രതിസന്ധികൾ മാത്രമല്ല, പ്രതിസന്ധികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ഒന്ന് ജേർണൽ ചെയ്യുക, എഴുതണം. മനസ്സിൽ കാണുകയല്ല, അത് എഴുതി തന്നെ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉള്ളിൽ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് ഈ പുസ്തകത്തിലൂടെ നമ്മൾ കേൾക്കുകയാണ്. ഇതിന് 4ാമത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം നന്ദി ജേർണൽ. ഇപ്പം നമ്മൾ പറഞ്ഞ ഓരോ 3 ഭാഗങ്ങളും അവിടെ കൃത്യമായിട്ട് ജേർണൽ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട് അതിൻ്റെ അകത്തുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എഴുതി അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ എഴുതി വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി ഒരു ജേർണൽ, ഈ ജേർണലിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു കൃതജ്ഞതാ ജേർണൽ സൂക്ഷിക്കുക, കീപ്പിംഗ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിൻ്റെ ഭൂരിഭാഗവും അതിനായി അനുവദിച്ചിരിക്കുന്നു എന്നായി ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാം. അതിൻ്റെ അകത്ത് ഒത്തിരിയും വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഏരിയകൾ പല തലങ്ങളായിട്ട് തിരിച്ച് ആ തലങ്ങളിലെല്ലാം ടൈറ്റിലോട് കൂടി അവിടെ ഒരു കൃതജ്ഞതാ ജേർണൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു വർക്കാണ്. നമ്മൾ നന്ദി എഴുതാൻ തുടങ്ങിയാൽ, അല്ലേ, നമ്മളൊരു ശ്വാസം അകത്തേക്ക് വലിച്ച് പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് നമ്മൾ നന്ദി എഴുതേണ്ട അത്രമാത്രം ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നന്ദി എഴുതാൻ ആത്മാർത്ഥമായി നമ്മളെ മൈൻഡ്ഫുൾനെസ്സോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം അവൻ ശ്വാസത്തെ നിരീക്ഷിക്കുന്നവനാണ്, ശ്രദ്ധിക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ ഈ വർക്ക് ബുക്ക് ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു വർക്ക് ബുക്കായിട്ട് നിലനിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അടുത്ത് കാണേണ്ടത് എന്നാണ് ഈ അധ്യായം പറയുന്നത്. വ്യക്തിപരമായ ജേർണൽ പേജുകൾ അതിൻ്റെ അകത്തുണ്ട്. ഓരോ വിഷയഭാഗത്തിന് ശേഷം എൻ്റെ നന്ദി ജേർണൽ എന്ന് തലക്കെട്ടോടുകൂടി കുറേ ശൂന്യമായ പേജുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജേർണൽ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത്, ഇങ്ങനെ എല്ലാം കൂടെ എഴുതുന്നതിന് പകരം ക്ലാസിഫൈ ചെയ്ത് വ്യക്തികൾക്കായിട്ട് സാഹചര്യങ്ങൾക്കായിട്ട് ഒക്കെ ക്ലാസിഫൈ ചെയ്ത് ജേർണലിങ് എഴുതാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ആ ജേർണൽ ഒരിക്കൽ കൂടി എഴുതുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പുറകോട്ട് മറിക്കുമ്പോഴാണ് ഈ നന്ദിയുടെ അലകൾ സത്യത്തിൽ നമുക്ക് പ്രയോജനകരമായി മാറുന്നത്. ഒരുപക്ഷെ കൂടുതൽ ആഴത്തിൽ ചില വ്യക്തികളെ അറിയാനും കൂടുതൽ അറിവോടുകൂടി ചിലതിനെയൊക്കെ നിരീക്ഷിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഓരോ വിഷയഭാഗത്തിനും പ്രത്യേകം ജേർണലുകൾ തയ്യാറാക്കണമെന്നാണ് ബുക്ക് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ, എല്ലാ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് സവിസ്തരം പറയുന്നുണ്ട്. ഞാനിന്ന് ശ്രദ്ധിച്ച 3 മനോഹരമായ കാര്യങ്ങൾ. എനിക്കിന്ന് സഹായം നൽകിയ 3 വ്യക്തികൾ. ഞാനിന്ന് സന്തോഷത്തോടെ പണം ചെലവഴിച്ച ഒരു വഴി. ഞാനിന്ന് കണ്ട ഒരു പുതിയ കാര്യം. ഇങ്ങനെ അനേകം ടൈറ്റിലുകൾ നമുക്ക് എഴുതാം. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരു ദിവസത്തെ ജേർണലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ശ്രദ്ധിച്ച 3 കാര്യങ്ങൾ, ഇന്ന് എനിക്ക് സഹായം നൽകിയ 3 വ്യക്തികൾ,
ഇന്ന് ഞാൻ സന്തോഷത്തോടെ പണം ചെലവഴിച്ച ഒരു വഴി, ഞാൻ ഇന്ന് കണ്ട ഒരു പുതിയ കാര്യം. തന്നെയുമല്ല, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോഴും അവിടെ ഒരു നന്ദിയുടെ വലിയ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ റിസോഴ്സ് ഉപയോഗിക്കാൻ ഒരു അവസരം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സഹായം നൽകിയ 3 വ്യക്തികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന് വലിയൊരു അവസരമാണ്. നമ്മളെന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ, നമ്മളുടെ ആ ശേഷി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരം നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരികയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഈ പുസ്തകം വായിക്കുക മാത്രമല്ല, അനുഷ്ഠിക്കുക എന്നതാണ്. അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യലാണ്. നമ്മളിതിൻ്റെ തിയറി പാർട്ടും അതോടുകൂടി എല്ലാ പാർട്ടിലും ഒരു ജേർണലിംഗ് സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളതിനെ വിഷയമായി കൃത്യമായിട്ട് ജേർണൽ ചെയ്യും. ഓരോ ദിവസവും ഒരു പേജ് തുറന്ന് അഫർമേഷൻസ് വായിക്കുക, നിങ്ങളുടെ സ്വന്തം നന്ദി ജേർണൽ പൂരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് രീതി. ഒരു പക്ഷേ നമുക്കിങ്ങനെ എഴുതാം: ഒരു അഫർമേഷൻ്റെ കീഴിൽ ആ അഫർമേഷനോട് ചേർന്ന് വരുന്ന നന്ദിയുടെ വാക്കുകൾ, നന്ദിയുടെ സാധ്യതകളെല്ലാം നമുക്കവിടെ എഴുതി വയ്ക്കാം. അപ്പം അങ്ങനെ പൂർണ്ണ രൂപത്തിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വളരെ സംതൃപ്തമായ ഒരു ജീവിതത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറും എന്നാണ് പറയുന്നത്. അവസാനം ഈ ബുക്ക് ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്: നന്ദി ഒരു പ്രവൃത്തിയാണ്, വികാരം മാത്രമല്ല. നന്ദി ഒരു പ്രവൃത്തിയാണ്, വികാരം മാത്രമല്ല. അപ്പം അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് എക്സ്പ്രസ് ചെയ്താൽ പോരാ. ഒരു ജേർണലിലൂടെ, ഒരു സ്ക്രിപ്റ്റിലൂടെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്, വേണമെങ്കിൽ ആ സ്ക്രിപ്റ്റിനെ ഒരിക്കൽ കൂടി നമ്മൾ ഒന്ന് റീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്ത ആ പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വർക്ക് കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ബുക്ക് നൽകുന്ന ഈ വലിയൊരു സന്ദേശമാണ്. ഈ പുതുവർഷത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നന്ദി പറയാനുള്ള ഒത്തിരി അവസരങ്ങളാണ്. ഓരോ നിമിഷവും അവസരങ്ങളുണ്ട്. ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അറിയാതെയല്ല ആ വ്യക്തി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ സാവകാശം നമുക്കുണ്ടെങ്കിൽ, ഇനി ഒരു വ്യക്തിക്ക് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസോഴ്സ് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് യോഗ്യനായ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും എന്ന് ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ തലത്തിലൂടെയൊക്കെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു പ്രവൃത്തിയാക്കി മാറ്റുക, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രവൃത്തിയാക്കി മാറ്റുക. അത് കേവലം ഒരു വൈകാരിക അനുഭവമായിട്ടല്ല, അതൊരു പ്രവൃത്തിയുടെ അനുഭവമായി മാറ്റുക. നന്ദി പറയാനുള്ള ഒരു വാ തുറന്ന് നന്ദി പറയുക. എക്സ്പ്രഷനിലൂടെ, വെർബൽ, നോൺ വെർബൽ, ഈ രീതിയിലൊക്കെ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. ഒരു കാരണവശാലും നന്ദി പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുത്തരുത്. പലപ്പോഴും നമ്മൾ നന്ദിയൊക്കെ പറയാൻ വളരെ ലോഭം കാണിക്കുന്നവരാ. ഇപ്പോഴല്ല, നെക്സ്റ്റ് ടൈം പറയാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? അങ്ങനെയൊന്നും പാടില്ല. നന്ദി പറയേണ്ടത്, കാരണം നന്ദി പറയുമ്പം അത് 2 തലത്തിലാണ്. നമുക്ക് മാത്രമല്ല, നമ്മൾ ആരോടാണ് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ചലനം സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് അനുഷ്ഠിക്കാനുള്ളത് ഇത് തന്നെയാണ്. നന്ദിയെ ഒരു മനോഹരമായ പ്രവൃത്തിയായിട്ട് നമുക്ക് ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാം. നന്ദിയുള്ളവരാകാം മറ്റുള്ളവരോടും. ലയനൻ സാർ പറഞ്ഞ പോലെ ഒരു എമ്പതറ്റിക്കൽ കൺസേൺ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അത് നന്ദി എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ ആറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇനി നിങ്ങളുടെ വാക്കുകളിലേക്ക് തിരിയാം. ഓക്കെ, അപ്പോൾ ഇനി ലയനൻ സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ജസ്റ്റ് ഒരു കമന്റ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് നിർത്താം. സാർ, പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അയാളിൽ നിന്ന് വാങ്ങിയത് ഞാൻ തിരിച്ചു കൊടുത്തു, അവിടെ കുഴപ്പമൊന്നുമില്ല, പലിശ അടക്കം തന്നെ കൊടുത്തു, പിന്നെ എന്ത് നന്ദി അഡീഷണൽ ആയിട്ട്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് നന്ദിക്ക് വേണ്ടി തന്നതല്ല, ഞാൻ തിരിച്ചു കൊടുത്തല്ലോ. എന്നിട്ട് അവസാനം അടിയിലൊരു വാചകം പതുക്കെ പറയുകയാണ്: ഞാൻ കൊടുക്കാതിരുന്നെങ്കിൽ നന്ദി പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഇത്തരം ചിന്തകളുമായി മുന്നോട്ട് പോകുന്ന ഒത്തിരി മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ അയൽക്കാരനോട് സംസാരിക്കാൻ പോലും നാം വിമുഖത കാണിക്കുന്നു എങ്കിൽ നമ്മൾ ആരോടാണ് നന്ദി പറയുക? നമ്മുടെ ബന്ധുക്കളും
ഒക്കെ ഉണ്ടാവും. അതൊക്കെ അകലങ്ങളിലാണ്. അടുത്തുള്ളവൻ, വേലിക്ക് തൊട്ടുള്ളവൻ അതാണ് നമ്മുടെ അയൽക്കാരൻ. ആ അയൽക്കാരനാണ് നമ്മുടെ ബന്ധു. ആ ബന്ധുവിന് നമുക്ക് എപ്പോഴൊക്കെ സൗകര്യം കിട്ടുന്നു അപ്പോഴൊക്കെ ചെറിയ നന്ദിയുടെ വാക്കുകൾ, ഒരു പുഞ്ചിരി, നന്ദി വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അയാൾ ചെയ്ത പ്രവൃത്തിക്ക് സന്തോഷകരമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ മതി അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്തോഷം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, സാബു സാറിന്റെ ഇന്നത്തെ ക്ലാസ്, ഈ സാറ് എന്താ ഈ 45-50 മിനിറ്റ് കൊണ്ടുപോകുന്നത് ഒരു പിടിയും കിട്ടിയില്ല. പക്ഷെ ആ ജേണലിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു 10 ദിവസം എഴുതി തീർത്ത് ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ നന്ദിയുടെ വാചകം പറയുമ്പോൾ നമ്മളിൽ വാസ്തവത്തില് ഒരു പുതിയ ആഹ്ലാദവും പുതിയ പ്രവർത്തന ശൈലിയും നമുക്കുണ്ടാവും. പലപ്പോഴും നന്ദി കിട്ടാതെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അയാൾ ഒരു വാക്ക് പറയും, പക്ഷെ പറഞ്ഞില്ല. നമ്മൾ ദുഃഖിക്കേണ്ട. ആ നന്ദിയേക്കാൾ അപ്പുറത്ത് നാം പ്രതീക്ഷിക്കാതെ മറ്റൊരു നന്ദി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രായോഗിക തലം. ഇപ്പൊ നമുക്കറിയാം, ചില വയസ്സായ ആളുകളൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പം അവരുടെ ഇടത്തെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും, വലത്തെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും, കക്ഷത്ത് ചിലപ്പോൾ ചെറിയ സഞ്ചി ഉണ്ടാവാം. അയാളുടെ ആ സെൻസ് ഇല്ലായ്മ കൊണ്ട് ചിലപ്പോൾ കക്ഷത്തുള്ള സഞ്ചി താഴെ പോയിട്ടുണ്ടാവും, അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നാം അത് കാണുകയും അത് കുനിഞ്ഞെടുത്ത് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി കയ്യിൽ കൊടുക്കുമ്പോൾ അയാൾക്കൊരു ആഹ്ലാദമുണ്ട്. അയാൾ ചിലപ്പോൾ പറയുമായിരിക്കും, അതിനകത്ത് പണമായിരുന്നു കുഞ്ഞെ, അതുകൊണ്ടാണ് ഞാനത് കക്ഷത്ത് തന്നെ സൂക്ഷിച്ചത്. അയാൾ മറ്റൊന്നും പറയാതെ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന ആ അവസ്ഥ തന്നെയാണ് അത് നന്ദി. അയാൾക്ക് വാചകങ്ങളില്ല, വാക്കുകളില്ല. നമ്മളത് സ്വീകരിക്കുന്നു. സ്വീകരിച്ചതായി അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ഒരു ചിരി തിരിച്ചു കൊടുത്താൽ മതി, പൂർണ്ണമാവുകയാണ്. സാബു സാറേ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. രാജു സാർ പറഞ്ഞോളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ ഓർത്ത് നന്ദി പറയണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ മുന്നിൽ കണ്ണു കാണാത്തൊരു വ്യക്തി, അന്ധനായ ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കണ്ണിൻ്റെ വില. അതുപോലെ പറയാറില്ലേ, അതായത് കാലില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോഴാണ് നമ്മുടെ ഷൂസിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നത് നമ്മൾ ഓർക്കുന്നത്. അപ്പം ഇതെല്ലാം നന്ദി പറയേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ ഓരോ കാര്യങ്ങൾ എഴുതണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അന്നേരമാണ് അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എഴുതി വെക്കുകയാണെങ്കിൽ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് ആ നന്ദി ഫീൽ ചെയ്യാൻ സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ നമ്മൾ മലയാളികൾ വളരെ എന്താ പറയുക, നന്ദി പറയാൻ വളരെ പിശുക്ക് കാണിക്കുന്നവരാണ്. കാരണം അതേസമയം വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അവർ താങ്ക് യു പറയും. അപ്പം അങ്ങനെ നന്ദി നമ്മളത് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഭാര്യയോട് പോലും നമ്മൾ നന്ദി പറയാറില്ല. അതിൻ്റെ ആവശ്യമില്ല. അവൾക്കറിയാം എനിക്ക് നന്ദിയുണ്ടെന്നുള്ളത്. പക്ഷേ അത് പറയുമ്പോഴാണ്, അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അവർക്കുള്ള മുഖത്ത് ചിരി നോക്കണം. അപ്പോൾ ആരോടെങ്കിലും നമ്മൾ ചോദിക്കുക, കഴിഞ്ഞ പ്രാവശ്യം എന്നാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് നന്ദി പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഓർക്കുന്നില്ല എന്നാണ് പറയാറുണ്ട് പലപ്പോഴും. കാരണം നമ്മൾ വളരെയധികം നന്ദി പറയുന്നതിൽ വളരെ നിമിഷം കാണിക്കുന്നവരാണ്, വളരെ പിശുക്ക് കാണിക്കുന്നവരാണ്. എന്നാൽ നന്ദി പറയുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന നല്ല അനുഭവം അല്ലെങ്കിൽ വികാരം എത്ര വലുതാണ് എന്നാണ് സാർ ഈ പുസ്തകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിതത്തിൻ്റെ ഒരു ജീവിത രീതി തന്നെയായിട്ട് എടുക്കണമെന്നാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും എഴുതുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഇച്ചിരി വിഷമമായിട്ട് കാര്യമാണ്. എഴുതുമ്പോഴാണത് കൂടുതൽ പ്രായോഗികമാകുന്നത്. ഇപ്പം ജീവിത ലക്ഷ്യം തന്നെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെക്കാത്തവരെക്കാളും ജീവിത ലക്ഷ്യം നേടാനായിട്ട് ആ ഗോൾസ് നേടി വിജയിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് നമ്മുടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ, നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സർവേയിലുണ്ട്. അതായത് ജീവിത ലക്ഷ്യം എഴുതി വെച്ചവരെ, ഗോൾസ് എഴുതി വെക്കാത്തവരെക്കാൾ എഴുതി വെച്ചവർക്ക് കൂടുതൽ വിജയം ഉണ്ടായി എന്ന്. അപ്പോൾ അതുപോലെ എഴുതി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ അഫർമേഷൻസും അതുപോലെ തന്നെ ഈ
ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ എഴുതുന്നതിന് ഒരു വൈകാരികമായ ഇതുണ്ട്. താങ്ക് യു സാർ. വളരെ നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഈ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവരെപ്പോഴും ഓരോ കാര്യത്തിനും നന്ദി പറയുമ്പോൾ നമുക്കൊരു നാണം അല്ലേ? പലപ്പോഴും കാരണം അവരത് ഭയങ്കര ഒരു ശീലമാണ് അവർക്കത്. ചെറുതിനും വലുതിനും ഒക്കെ അവർ നന്ദി പറയും. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു അത്ര ഇച്ചിരി കൂടിപ്പോയി, ഓവറായി പോയി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. വേണുഗോപാൽ സാർ പറയും. സാബ് സാർ 2026 തുടക്കത്തിൽ തന്നെ മനോഹരമായ സബ്ജക്റ്റുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. പ്രത്യേകിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഈ 2066 പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാഹോദര്യത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ, സൗഹാർദ്ദത്തിൻ്റെ, പരസ്പര സഹായത്തിൻ്റെ എല്ലാം കൊണ്ടും 2025 എത്രയോ മെച്ചമാവട്ടെ 2026 എന്ന് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടും മഹനീയമാണ് 2026 ജനുവരി 1 ഈ മനോഹരമായ സബ്ജക്റ്റ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ 2026 ഒരുപാട് പേരെ സഹായിക്കാനുണ്ടാവും, ഒരുപാട് പേരിൽ നിന്ന് സഹായം കൈപ്പറ്റാനുണ്ടാവും. ഇതിനൊക്കെ നമ്മൾ നന്ദിയുള്ളവരാണ്. പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പതറാതെ നമ്മൾക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഒരവസരം കിട്ടി എന്നുള്ളതിൽ നമ്മളുടെ ജഗദീശനോട് നന്ദി പറയേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ആ ജീവിതം സമ്പന്നമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ അനുവർത്തിച്ചേ മതിയാവൂ എന്നുള്ള ഈ കാര്യം സ്മരിച്ചുകൊണ്ട് ഈ ജനുവരി 1 തന്നെ ഇത്തരം സബ്ജക്റ്റ് അവതരിപ്പിച്ച സാബു സാറിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് ഈ ടോപ്പിക്ക് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീടിൻ്റെ കല്ലിടിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ വീട്ടിലുള്ളവരും ആ കല്ലിടിയിൽ നടത്തുന്ന കർമ്മിയുടെ ഒക്കെ ചില വാക്കുകൾ ഒരു പ്രത്യേകതയുള്ള വാക്കുകളായിരുന്നു. നമ്മളത് ഭയങ്കരമായിട്ട് സ്പർശിക്കുന്ന ഒരു വാക്കുകളായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ആലോചിച്ച് എന്തിനു എന്നെ ഇവിടെ കൊണ്ടിങ്ങനെ നിർത്തിയത്. കൃത്യമായിട്ട് ഇത് അവിടെയാണ് നന്ദി പറയേണ്ട ഒരു വലിയ ഭാഗം. നമ്മളുടെ ഒരു വലിയ റിസോഴ്സ്, നമ്മുടെ ഒരു ജീവിതത്തെ ഒക്കെ കൃത്യമായിട്ട് വെളിവാക്കി തരുന്ന ഒരു തലം അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിജയരാമൻ സാർ പറയും. സാറേ, ഈ പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ട് കണ്ടത് ഈ പുസ്തകം വായിക്കാനുള്ളതല്ല, ഇത് ജീവിത നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ സാറിന്റെ ഈ ക്ലാസ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പഠിച്ചത് ബൈപോളാർ രോഗം 1 and 2, സൈക്ലോതൈമിക്, ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങ് മുന്നോട്ട് വരുന്ന വിഷയമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇതെന്ത് വെറുതെ സംഗതി, മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടി. ഈ ബൈപോളാർ രോഗമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ നന്ദി പറയും? അവന് ഭയങ്കര ഡിപ്രഷനാണ്, അവന്റെ നിയന്ത്രണത്തിൽ അതീതമായിട്ടുള്ള സന്തോഷമാണ്. ഇവൻ നന്ദി പറയാൻ നിൽക്കുമോ എന്ത് ചെയ്യും? അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഈ വാചകത്തിലെ മാജിക്. അതായത് ഇത് വായിക്കാനുള്ളതല്ല, ഇത് എഴുതാനുള്ളതാണ്, ജേർണലായിട്ട് എഴുതാനാണ്. അപ്പൊ ഇത്തരം രോഗികൾക്കുള്ള ചികിത്സ CBT ആണ്. CBTക്ക് വഴങ്ങണമെങ്കിൽ ഈ ഒരു മൂഡിൽ വരണം. അപ്പോ ഇത് എഫക്റ്റീവാണ്. സാർ എഴുതിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. യെസ്, ഇത് എഴുതിയിട്ടും വീണ്ടും വായിച്ചിട്ടും ആയിട്ട് വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ മൂഡ് സ്വിങ്ങിലുള്ള അവസ്ഥയിലുള്ള ഒരു മനുഷ്യന് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. CBTക്ക് അടക്കം വഴങ്ങാനും പുള്ളിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം എനിക്ക് വന്നു. അപ്പോ പുസ്തകം നല്ലതാണ്, അത് വെറുതെ ജാടയല്ല എന്നൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തു. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അനുഭവിച്ച ഒരു ദുഃഖത്തിന്റെ കാര്യം എഴുതാൻ വേണ്ടി സാർ പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ എനിക്ക് ജലദോഷം ഉണ്ടല്ലോ, ശബ്ദം കേട്ടാൽ അറിയാലോ. അപ്പൊ എന്റെ കുടുംബത്തിന് വൈഫിന് തുടങ്ങി ആദ്യം, പിന്നെ മോനും തുടങ്ങി. ഇത് നമ്മൾ കോവിഡൊക്കെ അതിജീവിച്ച മനുഷ്യന്മാരാണല്ലോ. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല. അപ്പൊ ജലദോഷം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് മാതൃഭൂമി പത്രം വായിച്ചത്. മാതൃഭൂമി പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിക്കണത്? കാലാവസ്ഥാ മാറ്റം ഇതിന്റെ
കാരണം കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ജലദോഷം തുടർച്ചയാകുന്നുണ്ട്, എല്ലായിടത്തും ഇതുണ്ട്, ചുമ വരുന്നുണ്ട്. ഈ ചുമ 2 ആഴ്ചയിലധികം നീങ്ങിയാൽ സ്വയം ചികിത്സിക്കരുത്. അതിനെ വളരെ ഗൗരവമായിട്ട് കാണണം. ശ്വാസകോശത്തിന്റെ ഇതാണ്, അണുബാധ വരും. ആണ് എന്നൊക്കെ വായിച്ചപ്പോ, മാതൃഭൂമിയിൽ വായിച്ചപ്പോ പെട്ടെന്ന് ഞാൻ ഈ എൻവയോൺമെന്റ് അതൊക്കെ പഠിച്ചതിനെ കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിനെ കുറിച്ച് പഠിച്ചതിനെ കുറിച്ചും വളരെയധികം എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ ഒരു വളരെ നന്ദി എനിക്ക് ആ തോന്നി. ആ ഒരു സബ്ജക്റ്റിനോട് നമുക്ക് മുന്നിൽ ഇത് കൊണ്ട് എത്തിച്ചു തന്നത് ഈ ശാസ്ത്രജ്ഞന്മാരാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പഠിച്ചിട്ട് ഇതുകൊണ്ടാണിത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന്മാർക്ക് ആ ഒരു നന്ദി തോന്നലിന്റെ ആ ഒരു ചിന്താഗതി പെട്ടെന്ന് സാറ് പറഞ്ഞപ്പോ അതിലേക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, കണ്ടിന്യൂസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പൊ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് വന്നു. അപ്പോ ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ് ക്ലാസ്. വളരെ വളരെ നല്ലൊരു ക്ലാസ് ആണ്. എനിക്ക് ഇതിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതിന് വീണ്ടും പറയട്ടെ, ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ വലിയ മേന്മയ്ക്ക് പറയാമല്ലോ അല്ലെ, ഈ ഉപദേശം അല്ലെ, അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ, അതല്ലേ നമ്മൾ പഠിച്ചേക്കണത്. അതൊന്നും മനുഷ്യന്റെ മനസ്സിലാക്കി എത്തില്ല എന്നുള്ളൊക്കെ ആണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഉപദേശത്തിന്റെ ശൈലിയാണല്ലോ ഇത്. അപ്പൊ ഇതുകൊണ്ടൊന്നും വലിയ മെച്ചമില്ല എന്നൊക്കെ ചിന്തിച്ചുള്ള എനിക്ക് ഈ രീതിയിൽ ചിന്തിച്ചപ്പോ ഇത് എഫക്റ്റീവ് തന്നെയാണ്. ദിസ് ഈസ് ദ വേ, ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി മനസ്സിലായി. സോ ഇറ്റ് വാസ് വെരി വെരി നൈസ് ഇൻട്രൊഡ്യൂസിങ് ദിസ് ബുക്ക്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. അത് ഈ സൈക്കോതെറാപ്പിയുടെ തലങ്ങൾ അതിന്, കാരണം നമ്മൾ ഒരു ക്ലയന്റിനോട് പറഞ്ഞാൽ അവരത് എക്സ്പീരിയൻസ് അവർ എഴുതത്തില്ല, ശ്രദ്ധിച്ചു, എഴുതത്തില്ല. അവരെ കൊണ്ട് പറ്റില്ല എഴുതാൻ. ഇങ്ങനെ മാനസികാവസ്ഥയുള്ള വ്യക്തി നന്ദി പോയിട്ട് ഡിപ്രഷനിലുള്ള ഒരാളെ നന്ദി എഴുതാൻ പറ്റുമോ? പക്ഷെ അത് എഴുതിയാൽ മാത്രമേ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ഇൻപുട്ട് എത്തത്തുള്ളൂ, ഇല്ലെങ്കിൽ പെരിഫറലാണ്. കറക്റ്റ് കറക്റ്റ്. പക്ഷെ അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാക്കി വരണം. ആ മാനസികാവസ്ഥയാണ്, അതാണ് സൈക്കോ എഡ്യൂക്കേഷന്റെ പാർട്ടായിട്ട് ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള കണക്ഷൻ. യെസ്, സൈക്കോ എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം ആ വ്യക്തിക്ക്. എന്നിട്ട് കിട്ടിയാൽ മാത്രം പോരാ, അവർക്ക് അവരുടെ വീട്ടുകാർക്കും വേണം. കാരണം അതൊരു രോഗത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ മോഡേൺ സയൻസിന് നന്ദി പറയുന്നു. കറക്റ്റ്. എഴുതി കഴിയുമ്പോഴാണ് അത് നമ്മൾ തന്നെ ഇപ്പൊ നോക്കി, നമ്മുടെ വിഷമം എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ ആ വിഷമത്തിനോടൊപ്പം നമുക്ക് അതിന്റെ പരിഹാര മാർഗവും എഴുതാൻ സാധിക്കും. അത് ഈ പറയുന്ന നന്ദിയുടെ സാധ്യതകളും എഴുതാൻ പറ്റും. ഒന്നും കൂടെ റീതിങ്ക് ചെയ്യും. സത്യത്തിൽ ആ പ്രശ്നം നമ്മൾ കാരണം ഉണ്ടായതല്ലേ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. ഒരു സാധ്യതയില്ല മറ്റൊരാൾ അങ്ങനെ ഞാൻ ചെയ്ത ചില പ്രശ്നങ്ങളുടെ, കാരണം ഒരു ചിന്തയിൽ കൂടെ പോകുമ്പോൾ അത് പെരിഫറലാണ്, അത് നമ്മളുടെ കോമൺ മെമ്മറിയിൽ മാത്രമേ പോകുന്നുള്ളൂ. സബ് കോൺഷ്യസ് പ്രോസസ്സാണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നമ്മൾ വിദേശത്ത് നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ടാണ് നന്ദി പറയുന്നത്. ചുമ്മാ ഇങ്ങനെ പറയും, താങ്ക് യു വെരി മച്ച് എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷെ നമുക്കിത് പെരിഫറലാണ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മളുടെ നോർമൽ സെൻസിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വരില്ല. അവർ സബ് കോൺഷ്യസിലാണ് പറയുന്നത്. അപ്പൊ അത് എഴുതിയാൽ മാത്രമേ അത് സബ് കോൺഷ്യസ് പവറിലേക്ക് എത്തത്തുള്ളൂ. പിന്നീട് വായിക്കാനുള്ള അവസരം കിട്ടുമല്ലോ. അപ്പോഴാണ് നമ്മൾ ഇത്ര പേരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ വേഗമായിട്ട് പോകുന്നില്ല, ഇന്നലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അതുകൊണ്ടാണ് ഇത് ഭാഗമായിട്ടും വിഷയമായിട്ടും സെപ്പറേറ്റ് എഴുതി ചാർട്ട് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. നൽകുമാർ സാറേ, എന്തായാലും നല്ലൊരു ടോപ്പിക്ക് ഇന്നേ ദിവസം കൊണ്ടുവന്ന സാബു സാറിനോട് നന്ദി. സാബു സാറുമായിട്ട് ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 3-4 വർഷം നല്ല അടുത്ത ബന്ധത്തിലായിരുന്നു. എന്തായാലും സാറ് വന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ സാറ് എത്ര പേരുണ്ടെങ്കിലും എനിക്ക് ഉടനെ കൈ വെക്കി ടാറ്റ അടിക്കും. ചിലപ്പോൾ ഞാൻ മുന്നിലിരിക്കുന്നത്, അല്പം സാറിന് തിരക്കാണെങ്കിൽ പുറകിൽ വന്ന് ക്ലാസ്സുകളിലൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ സാർ എപ്പോഴും ഒരു പ്രോത്സാഹനം തന്നുകൊണ്ടിട്ടുണ്ട്. ഏത് കാര്യത്തിന് എന്നെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറയും. ഞാൻ വിചാരിച്ച ഏത് കാര്യങ്ങളും മുൻപന്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്തും റിട്ടയർമെൻറ്റിന് ശേഷവും 10-16 വർഷമായി റിട്ടയർ ചെയ്തിട്ട് ഞാൻ അല്പം പുറകോട്ടൊക്കെ പോയി, എങ്കിലും ഉയർന്നു വരികയാണ്. അതിന് ദൈവം തന്നുള്ള അനുഗ്രഹം ഭയങ്കരമാണ്. കാരണം ചെറുപ്പം തൊട്ട് എൻ്റെ വല്യമ്മയും അമ്മയൊക്കെ ഉള്ള പ്രാർത്ഥനയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്രായം തൊട്ടേ എഴുന്നേൽക്കുന്നുണ്ട് തന്നെ
എനിക്ക് ഉണരാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി അന്ന് മുതൽ ചെറുപ്പം തൊട്ടേ പറയുന്നതാണ്. എനിക്കത് അല്ലാതെ വേറൊരു പരിപാടി പ്രഭാതത്തിൽ ചെയ്യാറില്ല. അതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഞാനിന്ന് ഒരു അഹങ്കാരം പോലെ പറയുമെങ്കിലും ഞാൻ ആഗ്രഹിച്ചത് ഒരു കോളേജ് പ്രൊഫസർ ആകണമെന്ന്. അത് എൻ്റെ ജീവിതത്തിലാകാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഡിഗ്രി ക്ലാസ്സുകൾ MAക്കൊക്കെ നല്ല ഏതാനും വർഷങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ആ സബ്ജക്റ്റിൽ നല്ല പേരെടുക്കാൻ സാധിച്ചു. ഇപ്പോഴൊക്കെ ഞങ്ങൾ റിട്ടയർ ചെയ്ത സമയത്ത് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വന്നു. അവർ കമ്പ്യൂട്ടറും അതും ഇതൊക്കെ വെച്ച് നല്ല മെച്ചമായ രീതിയിലാണ്. അങ്ങനെ അവിടെയും എനിക്ക് ഒരുമാതിരി നല്ല രീതിയിൽ പോകാൻ സാധിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. എൻ്റെ മാതാപിതാക്കളും നല്ല സുഹൃത്തുക്കളും പ്രത്യേകിച്ച് ഹൈസ്കൂളിലും കോളേജുകളിലൊക്കെ നല്ല നല്ല അധ്യാപകരുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വാർഡൻ, പുള്ളി എന്നെ വളരെ സ്നേഹമായിരുന്നു. എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. അത് പറയാനൊക്കെ ഇവിടെ നിവൃത്തിയില്ല. അമേരിക്കയിലായിരുന്നു, കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കണം. അധ്യാപകരായിരുന്നിട്ടുള്ളവരും കോളേജ് ലെവലിലൊക്കെ എനിക്ക് ഒത്തിരി പേര് എന്നെ സഹായിച്ചു. എപ്പോഴും നന്ദിയുള്ളവനാണ്. സാബു സാറ്, ഈ ഓമന ടീച്ചറെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആദ്യം ഒരു ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ടീച്ചർ എന്നോട് എല്ലാം രഹസ്യമായിട്ട് ചോദിച്ചാൽ, എന്താ സാറേ പരിപാടി? ഞാൻ കോളേജിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞു പോയി. ഇപ്പം നിങ്ങളോടായിട്ട് പറയുന്ന, ആരോടും പറയില്ല. സാറ് ടീച്ചർ അത് പറഞ്ഞു, ഞാൻ LLB കംപ്ലീറ്റ് ചെയ്തോളാം. ഈ പറഞ്ഞ വാക്കുകളൊക്കെ എന്നെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഓർത്ത് വലിയ പാർട്ടി, വലിയ പ്രസംഗമൊക്കെ ആയിരിക്കും. അല്ല, അത്ര മെച്ചമായില്ല. എങ്കിലും ആ ടീച്ചറിൻ്റെ എന്നെ വളരെ ബൂസ്റ്റ് ചെയ്ത ടീച്ചറിനെ ഞാൻ എപ്പോഴും ഓർക്കും. ടീച്ചർ എപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ ടീച്ചറിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ സാബു സാറിനൊക്കെ മിക്കപ്പോഴും, അല്ലാതെ വിലങ്ങനാൻ സാറിന്, ജോർജ് സാറിൻ്റെ, റോയി സാറിനൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ അസുഖമായി കിടന്നപ്പോൾ ഇവരെല്ലാം വന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ പരസ്യമായിട്ട് തന്നെ പറയുകയാണ്. അപ്പം നമ്മൾ ഒരു ചെറിയ കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് നന്ദി പറയാൻ വിട്ടുപോയാൽ ബാക്കി വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. എന്തായാലും എനിക്ക് അതുപോലെ ഒരു പാട്ട് പാടാനൊക്കെ പറഞ്ഞ രമാവതി ടീച്ചറൊക്കെ പറയും, അല്ല സാറേ അതൊക്കെ പാട്. എന്നെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെയൊക്കെ എനിക്ക് പറഞ്ഞ നന്ദിയുണ്ട്, ഞാൻ ഓർക്കാറുണ്ട്. അതുകൊണ്ട് ജയരാമൻ സാറല്ലേ, സാറിൻ്റെ പേര് എനിക്ക് സാറ് അവിടെ പേര് കാണിക്കുന്നില്ല, നല്ല പരിചയമുണ്ട് ജയരാമൻ സാറിന്. ഇതൊക്കെ ഞാൻ നല്ല കണ്ട് സാറിൻ്റെ ക്ലാസ്സും ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓരോരുത്തരും എടുത്ത് പറയുന്നില്ല, എനിക്ക് എല്ലാ 3 പേരെ ഇപ്പം കാണത്തുള്ളൂ. ഇതിലൊന്നും വലിയ വിദഗ്ധനല്ല. ഇതൊക്കെ ആയാലും ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ നന്ദി ഓർക്കാറുണ്ട്. പണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ കൂടി പോകരുതെന്ന് വിചാരിക്കുക. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സുമുഖനായ ആൾ, ഈ 2 കൈകളിൽ ഇവിടം വരെയുള്ളൂ, ഒരം വരെയുള്ളൂ. അദ്ദേഹം നല്ല യോഗ്യനാണ്, കണ്ടാൽ നോക്കിപ്പോവും. അദ്ദേഹത്തിന് പൊങ്ങി നിൽക്കാൻ പറ്റില്ല, കാലുമില്ല കൈയുമില്ല, ഇങ്ങനെ എന്തെങ്കിലും തരണേ എന്ന് ബസ്സിൽ പറയും. ഞാൻ ഓർക്കുക, ദൈവമേ ആ ചെറുപ്പക്കാരൻ പയ്യന്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്രയോ നന്ദിയാണ് ദൈവത്തിന് പറയുന്നത്. ദൈവത്തിന് ഓരോ പർപ്പസ് ഉണ്ട്. നമുക്ക് പ്രതിസന്ധികൾ, സാറ് പറഞ്ഞ പോലെ പ്രതിസന്ധികൾ വരുമ്പോൾ, സാറിൻ്റെ ആ വാക്ക് എന്നെ വളരെയധികം നമുക്കെല്ലാവരും ഉള്ളതാണ്. അത് നമുക്ക് നല്ലതിനാണ്. സത്യത്തിൽ എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അത് നല്ലതിനായി തീർന്നിട്ടുണ്ട്. അത് ഞാൻ നന്ദിയുള്ളതാണ്. എന്തായാലും കൂടുതൽ പറയാൻ എല്ലാവർക്കും പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് നല്ല ഒരു അടിപൊളി ക്ലാസ്സാണ് നമ്മുടെ സാബു സാർ തന്നത്. നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ഇനി മസ്റ്റായിട്ട് നമ്മൾ ഉള്ളതിന് നന്ദി പറയുക. നമുക്ക് ഒത്തിരി ഒത്തിരി നേടാൻ സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും. ഇത്ര നാളും നമുക്ക് എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് പ്രായമുള്ള കൂട്ടത്തിൽപ്പെട്ട ആൾ, 1-2 പേര്. ആ പ്രായമുള്ള ആൾ ഇത്രയും നാൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തെ ഇത്രയും ബന്ധങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ, ജീവിക്കാനും സാധിക്കും. എനർജറ്റിക്കായി, മോർ പവർഫുള്ളായി. അതിലെ ദൈവത്തിന് നന്ദിയുണ്ട്. ഇനിയും ഇങ്ങനെ ആരോഗ്യത്തിലൂടെ സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് ഇനി ഞാൻ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ എനിക്ക് ദൈവം തരുന്നു എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ദൈവത്തിന് ഇപ്പോഴേ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാ പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ബഹുമാനിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട് ടു ഓൾ. ഓക്കെ, താങ്ക് യു സാർ. ശ്രീകുമാരി മാം ഉണ്ടോ? രമാവതി മാം. ഞാൻ പറയാം സാറേ. ഓക്കെ, ഏവർക്കും നമസ്കാരം, പുതുവത്സരാശംസകൾ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. സാറ് വളരെ മനോഹരമായ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ്, നാം ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാതം എടുക്കുക എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വീട് പ്രഭാപൂരിതമാക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറച്ചാൽ നമുക്കന്ന് സൗഭാഗ്യമുണ്ടാകും. നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നടക്കും. നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്
ഗുരുസ്, ടീച്ചേഴ്സ്, നെയ്ബേഴ്സ് എല്ലാം നാം ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന എല്ലാം നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരോട് നാം നന്ദിയുള്ളവരായിരിക്കുക. നന്ദി പ്രകാശനം എന്ന് പറയുമ്പോൾ അത് നന്മയാണെന്നാണ് പറയപ്പെടുന്നത്. നന്മയും നന്ദി ഈക്വൽ ടു നന്മ. അങ്ങനെ നാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം സഫലമാകും. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് സാധിക്കും. നമ്മുടെ ഇന്ന് നാം അനുഭവിക്കുന്ന സുഖവും ദുഃഖവും എല്ലാ കാര്യവും ദൈവം നമുക്ക് എന്തെല്ലാം തന്നേക്കുന്നു. നാം ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സാബു സാർ തുറന്നു തന്നേക്കുകയാണ് നമുക്ക്. അതുകൊണ്ടാണല്ലോ പരിചയപ്പെടാനും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ ഒന്നു ചേരുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വിചാരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അടുക്കളയിൽ 4 ചുമരുകൾക്കുള്ളിൽ റിട്ടയർഡായ നമ്മുടെ വീർപ്പ് മുട്ടും. അപ്പൊ അതുപോലെ എല്ലാത്തിനും നാം ദൈവത്തോട് യൂണിവേഴ്സിനോട് നന്ദി പറയുക. നാം എന്താഗ്രഹിക്കുന്നുവോ അത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതിനാണ് നാം നന്ദി പറയുക എന്നത്. നല്ലൊരു പ്രസന്റേഷൻ എല്ലാം സാർ മനസ്സിലാക്കി തന്നു. താങ്ക് യു സാർ. ഓക്കെ, രമാവതി മാം, താങ്ക് യു മാം. സാറ് ഈ 1-ാം തീയതി ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തതിന് സാറിനോട് നന്ദി പറയുന്നു. അതുപോലെ അവരുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സാർ ഈ നന്ദി എന്ന് പറയുമ്പം എന്റെ ഒരു പണ്ടേ ഉള്ള ഒരു തീരുമാനമാണ്, ഒരു മാസത്തില് 2 കാര്യങ്ങൾ, ഈവൻ 2 കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന്. അതിപ്പോ വലിയ സംഭവം ഒന്നും വേണമെന്നില്ല, ആരുടെയും സഹായിക്കുന്ന ചെറിയ രീതിയിലാവാം. അല്ലെങ്കിൽ നമ്മളൊന്ന് പത്രം വായിക്കുമ്പം നമ്മളെ മനസ്സിൽ ഓടി വരും ഇത് ആർക്കും ഉപകാരപ്പെടുന്നുള്ളത്. അവരെ വിളിച്ചൊന്ന് പറയാം, അയ്യോ താങ്ക് യു ഞാൻ കണ്ടില്ല, അങ്ങനെ അപ്പോ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതുപോലെ തന്നെ കുട്ടികൾ എന്തെങ്കിലും സഹായിക്കണമെങ്കിലോ അവരുടെ എന്തെങ്കിലും പിന്നെ എന്താ പറയണ്ടേ അമ്മമാര് പറയുന്ന ഒന്ന് ശരിയാക്കി എടുക്കാൻ. അതിലിപ്പോ എനിക്കിപ്പോ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഞാൻ നമ്മളവിടെ അമ്പലത്തിലൊരു ഉത്സവമായിരുന്നു. അപ്പം ഒരു രാജൻ എന്ന് പറഞ്ഞൊരു കുട്ടി മിലിറ്ററിയിൽ ഒരുപാട് വർഷമായി ജോലി ചെയ്യുന്നത്. അവനിപ്പോ SI ആണ്. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞാലും രമേശി വന്നിരുന്നല്ല 2 ദിവസം ഉണ്ടായിരുന്നു ഉത്സവം, നീ കണ്ടില്ലേടാ രാജാന്ന്. അപ്പൊ അവന് SSLC തോറ്റിട്ട് ഇങ്ങനെ പിന്നെ ഒന്നും പരീക്ഷ 2ാമത് എഴുതുന്നതിന് പറയുമ്പോ അവന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, രമേശി നിങ്ങളൊന്ന് പറയോ അവനൊന്ന് SSLC പാസ്സാവണം. അങ്ങനെ പാസ്സായി കഴിഞ്ഞിട്ടാണ് ആ കുട്ടി മിലിറ്ററിയിൽ ജോലി ചെയ്ത. എന്നിട്ട് ഞാൻ വന്നിട്ട്, രമേശി ഞാൻ ഇന്നലെ കണ്ടില്ല കേട്ടോ, സോറി, ഞാൻ ഇപ്പൊ SI ആയി, ഇനിയും ഒരുപാട് വർഷമായി, ഇനിയും 4 വർഷം കൂടി കൂട്ടി എടുക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് എന്താക്കാന്. നമ്മളത് മറന്നിട്ടുണ്ടാവും സാറേ ആ കാര്യം ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞില്ലേ ഈ മാജിക് വേർഡ്സ്, ഇപ്പം പുറത്ത് നല്ല ആൾക്കാർ വന്നിട്ട് മാജിക് വേർഡ്സ് പറയുമ്പം നമ്മളത് പറഞ്ഞാൽ നല്ലതാ സാറേ. ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭാര്യ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഭക്ഷണമാണെങ്കിൽ എടി നല്ലതാണ് കേട്ടോ എന്ന് പറയുമ്പോ അവർക്ക് കിട്ടുന്ന ആനന്ദം ഉണ്ടല്ലോ. കാരണം ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിന് പോസിറ്റീവ് ഒക്കെ എനർജി ഒക്കെ ഇട്ടിട്ടാ ചെയ്യുക. അപ്പം നല്ല ഭക്ഷണമാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാല് അവർക്ക് കിട്ടുന്ന ആ മാനസിക സന്തോഷം നമുക്ക് വലിയ കാര്യമാണ് സാറേ. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിച്ചു പോകാൻ, അല്ലാതെ ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞാൽ അവനെ വഴക്ക് പറയുന്നതിന്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും കുഞ്ഞുമണി മാസ്റ്റർ പറയും. താങ്ക് യു സാബു സാർ, താങ്ക് യു വെരി മച്ച്. 2025 കടന്നുപോയി. 2026 പുതുവത്സരം ആരംഭിച്ചു. ഈ മനോഹരമായ ലോകത്ത് ഈ പ്ലാറ്റ്ഫോമിലുള്ള സുഹൃത്തുക്കളെ പോലെയുള്ള വിലപ്പെട്ട ആളുകളുമായി വീണ്ടും സംവദിക്കുവാനും കാണുവാനും കഴിഞ്ഞതിൽ വളരെ 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 നന്ദി സർ. നമ്മളിവിടെ ആരോഗ്യപൂർവ്വം ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത് സർ. സാറിൻ്റെ ഇന്നത്തെ ഈ സെഷൻ വളരെ ഉപകാരപ്രദമായിരുന്നു. നമുക്ക് അന്യം നിന്ന് പോയ ഒരു സംഗതിയാണ് നന്ദി പറയുക എന്നുള്ളത്. നമുക്ക് പരിചയമില്ലാത്ത ഒന്നാണ്. ഈ പാശ്ചാത്യരെ പോലെയുള്ള ഒരു സമ്പ്രദായം നമുക്കിടയിലില്ല. അവർ എന്തിനും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംസാര രീതി
അത് തികച്ചും മാതൃകാപരമാണ്. നമുക്ക് നന്ദി പറയുന്നത് കൊണ്ട് നമുക്ക് തന്നെയാണ് അതിൻ്റെ നേട്ടമെന്നും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാൻ സഹായിക്കുമെന്നുള്ളതും നമുക്ക് പലർക്കും അറിയാത്തൊരു സംഗതിയാണ് സർ. സാറിൻ്റെ അന്നത്തെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വേ ഓഫ് ലൈഫ് എന്നുള്ള ആ പുസ്തകത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വിശദീകരണം വളരെ ഉപകാരപ്പെട്ടു സർ. താങ്ക് യു സർ വെരി മച്ച്. സാറിനെ കാണാനും ഈ പൊതുവത്സരത്തിലും സാറുമായി സംസാരിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി കാണുന്നു സർ. എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഗോകുമാർ സാർ. സാബു സാറ് ഈ പുതിയ വർഷത്തെ 2026 ഇങ്ങനൊരു ഗ്രാറ്റിറ്റ്യൂഡ് വന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. സാറിന്റെ ഈ വന്നതിലല്ല നന്ദിയുള്ളത്, ഈ സ്ഥാപനം നടത്തുന്നതിൽ, ഈ ഒരു പ്ലാറ്റ്ഫോം നടത്തുന്നതിൽ സാറിന് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഈ വർഷം മുഴുവനും ഉണ്ടാവും, ഈ വർഷമല്ല എല്ലാ വർഷവും ഉണ്ടാവും എന്നുള്ള കാര്യം. പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ശക്തി അറിയണമെങ്കിൽ നമ്മളെ ആക്രമിച്ച ഉടനെ വധിക്കാൻ വേണ്ടി ഒരാൾ ആയുധമായിട്ട് വന്നു കഴിഞ്ഞാൽ അയാള് ഒരു മനുഷ്യനും മോശമല്ല, അയാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു പ്രവൃത്തി പറഞ്ഞിട്ട് അയാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്താൽ അയാൾ ആയുധം കളഞ്ഞിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കും എന്ന് കാണാം. അപ്പോഴതിൻ്റെ ശക്തി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഒരു ശക്തിക്കും ഇത്രയും പവർ ഉണ്ടാവില്ല. ഗ്രാറ്റിറ്റ്യൂഡിന് ആയിരിക്കും ഇത്രയും പവർ. നന്ദി, നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, നന്ദി. ഓക്കെ, വിൻസെന്റ് സാർ. വിൻസെന്റ് സാർ, പറയൂ സാർ. താങ്ക് യു സാർ. നമ്മൾ സാധാരണ ഈ 1-ാം തീയതി ജനുവരി 1 പല റെസൊല്യൂഷൻസും പാസ്സാക്കാറുള്ളത്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുപോലെ ഒരു 1-ാം തീയതി തന്നെ, ജനുവരി 1 തന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുത്തപ്പോൾ തന്നെ അതൊരു വലിയൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ഈ മലയാളത്തിൽ ആൾക്കാരെയൊക്കെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ചില അസഭ്യത്തെറിയൊക്കെ പറയാറുണ്ട്. അതിലേറ്റവും വൃത്തികെട്ട ഒരു നന്ദിയില്ലാത്തവൻ എന്നുള്ളൊരു വാക്കാണ്. നന്ദിയില്ലാത്തവെന്ന് കേൾക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്ന ഏറ്റവും ഹീനമായിട്ടുള്ളൊരു വാക്കാണത്. അത് വേറെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. നന്ദിയില്ലാത്തവൻ, അത് കേൾക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ആ നന്ദി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആദ്യം എഴുതാൻ തുടങ്ങിയിരുന്നു. എഴുതിയപ്പോൾ തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒരു ഹാഫ് പേജ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയത്. അപ്പം എനിക്ക് എന്നെ സഹായിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ മാഷന്മാർ, ഗുരുക്കന്മാർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, അത് കൂടുതൽ ഞാൻ പിന്നെ എഴുതി വന്നപ്പോൾ 2 പേജൊന്നുമല്ല, 3-4 പേജൊക്കെ ആയിരുന്നു എനിക്ക് എഴുതേണ്ടി വന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഓരോരുത്തരായിട്ട് സ്മരിക്കുകയാണ്. എനിക്ക് എന്നെ സഹായിച്ചുള്ളവരല്ല, എൻ്റെ പേരൻസിന്, എൻ്റെ മക്കളെ, എൻ്റെ സിബ്ലിങ്സിനെ, ഇവരെല്ലാവരും എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻഡയറക്ട്ലി എനിക്കും കൂടെ സഹായമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ എത്ര നന്ദി കിട്ടവനായിരുന്നു. ഞാൻ അവരെ പറ്റി ഓർത്തിട്ട് പോലുമില്ല. എഴുതാൻ തുടങ്ങിയപ്പോൾ സാറ് പറഞ്ഞ് ശരിയാണ്, എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഇൻഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ എനിക്കത് വളരെ വളരെ സഹായം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാനതിപ്പോൾ അങ്ങനെ എഴുതാറില്ല, എങ്കിലും ഞാൻ കാലത്ത് എനിക്ക് സ്മരിക്കാറുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ എനിക്ക് അതേ ഉള്ളൂ. റിട്ടയർ ആയതിനു ശേഷം വേറെ ആരെയും സഹായിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും ഓർക്കും. നല്ലൊരു കാര്യമായിരുന്നു സാറ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സാർ എടുത്ത ക്ലാസ്സും, സാറിൻ്റെ ക്ലാസ്സിന് ഒരു പ്രത്യേകത വേറെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസത്തെ ആ പ്രത്യേകത കൊണ്ട് ഇതൊന്നുകൂടെ സ്പെഷ്യലായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ. സാറേ, ഞാൻ പറയട്ടെ സാർ. പറഞ്ഞു. 2026 എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ലൂയിസ് എൽഹയുടെ ഗ്രാറ്റിറ്റ്യൂഡ് എ വേ ഓഫ് ലൈഫ് എന്ന ബുക്കിനെ പറ്റി റിവ്യൂ നടത്തിയ സാബു സാറിന് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത് നല്ലൊരു വിഷയമാണ്. സാർ അത് ഭംഗിയായി അവതരിപ്പിച്ചു. നന്ദി പറയുന്നതിന്റെയും പ്രകാശിപ്പിക്കുന്നതിന്റെയും മഹത്വം ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിൽ നിന്നും മനസ്സിലായി. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. നെഗറ്റീവായാലും പോസിറ്റീവ് എല്ലാ അനുഭവങ്ങളും അക്സെപ്റ്റ് ചെയ്ത് അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിന്റെ, അതായത് എഴുതുന്നതിന്റെ പ്രാധാന്യം സാർ വ്യക്തമാക്കി. നമുക്ക് ഈ ശ്രേഷ്ഠവും വിശിഷ്ടമായ ഈ മനുഷ്യജന്മം ലഭിച്ചതിന് അതിന് വലിയൊരു നന്ദി പറയാം ഈശ്വരനോട്.
നമ്മുടെ ശരീരത്തിനും നന്ദി പറയണം. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും എല്ലാ കോശങ്ങളും നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശ്വാസത്തോടും ആരോഗ്യത്തോടെ ഇരുന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിനായാലും പുറത്തേക്ക് വിടുന്ന ശ്വാസം എല്ലാം നന്ദി പറയണം. പിന്നെ വെല്ലുവിളികൾക്കും കഷ്ടതകൾക്കും നന്ദി പറയണം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ വെല്ലുവിളികളും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന കാലത്ത് നമുക്ക് അതിനോട് നന്ദി തോന്നത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു നന്മ, ഒരു നല്ല കാലം വരുമ്പോൾ നമ്മൾ അതിന് നന്ദി പറയും. കാരണം അന്ന് അനുഭവിച്ചതിനായിരിക്കും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ച് നമുക്ക് നന്മ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നന്ദി പറയും. അതുപോലെ വീരേന്ദ്ര സാർ പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. നമുക്ക് എമ്പതി ഉള്ളവർ എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കും. അത് ഒക്കെ ഒരിക്കലും അല്ലാതാകാൻ പറ്റത്തില്ല. കാരണം അവർ സ്വാഭാവികമായിട്ട് അവരങ്ങനെ ആയിരിക്കും. പിന്നെ നന്ദി ഒരു പ്രവൃത്തിയാണ്, വികാരം മാത്രമല്ല എന്ന് പറഞ്ഞ് സാർ കൺക്ലൂഡ് ചെയ്തു. നന്ദി സാർ, വളരെ നന്ദി. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയതിന് വളരെ നന്ദി. വളരെ നന്ദി. എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു മാം. അതിന് മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടായ ഒരു ചലഞ്ചിലാണെങ്കിൽ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ കാര്യം വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, മോഹന ടീച്ചർ പറയും. താങ്ക് യു സാർ. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് തന്നെ സാറ് വാക്കെന്ന് പറയാം, ക്ലാസ്സിനുള്ള സബ്ജക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വന്നത് വലിയ ഉപകാരമായി. താങ്ക് യു വെരി മച്ച്. അല്ലെങ്കിലും സാറ് ക്ലാസ് എടുക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ തന്നെ ഉണ്ട്, കൂടുതലുണ്ട്. അത് സാർ ഇടയ്ക്ക് ഒരു ക്ലാസ് എടുക്കുവാണ്, പ്ലാറ്റ്ഫോമിന് ഒരു ഐശ്വര്യം. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ചെറുപ്പം മുതലേ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും ചെയ്തേച്ച് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അടി കൊള്ളുന്നതിന്. അപ്പൊ എന്തോ മണ്ണ് പറ്റിക്കോ എന്തോ ചെയ്ത് അടി കിട്ടും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് കഴുകി റെഡിയായപ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർത്തു, ദൈവമേ ഈ വെള്ളമില്ലായിരുന്നെങ്കിൽ എന്നാ ചെയ്ത്, അടി ഉറപ്പല്ലേ. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ഈ വെള്ളം കിട്ടിയത് കൊണ്ടല്ലേ നമുക്ക് കഴുകാൻ പറ്റിയെന്ന് ഓർത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുപ്പത്തിൽ. ഞാനിപ്പം ഇത്രയും സീനിയർ ആയി കഴിഞ്ഞ ഞാൻ പുറകോട്ട് ആ കുട്ടിയെ പറ്റി ആലോചിച്ചപ്പം ആ കുട്ടിക്ക് നന്ദി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നെ ഈ മുരളീധരൻ സാർ പറഞ്ഞു കഷത്തിൽ നിന്ന് സഞ്ചി വീണ എടുത്തു കൊടുക്കും. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു മനുഷ്യൻ കുറെ കപ്പ ഇങ്ങനെ മേടിച്ച് കൈക്കകത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് പോവുക, കയ്യിലാണ് അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊന്ന് വീണ് പോയി. അങ്ങേർക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല, കൈ ഒഴിവില്ല, കുനിഞ്ഞാലും എടുത്തിട്ട് കൈ ഒഴിവില്ല. അപ്പൊ ഞാനത് എടുത്ത് വേഗം അതിന്റെ മേലെ വെച്ചു. അപ്പൊ അങ്ങേര് പറഞ്ഞു അത് ഒരു കഷ്ണം എടുത്ത് തിന്നോളാം. അപ്പൊ എനിക്ക് ആകെ നാണക്കേടായി. ഞങ്ങളെ വീട്ടിൽ പച്ചക്കപ്പ തിന്നാൻ ചാച്ച സമ്മതിക്കില്ല. നമുക്ക് ഒരു അതുകൊണ്ട് അത് ഇഷ്ടവുമില്ല, തിന്ന് ശീലമില്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ല. അപ്പൊ ഞാനത് എടുത്തു വെച്ചത് ഇതിനോടൊരു കൊതി കൊണ്ടാന്ന് അയാൾ ഓർത്ത് കളഞ്ഞില്ല. ദൈവമേ എടുത്തു കൊടുക്കണ്ടായിരുന്നു ഞാൻ ഓർത്തു. ശരിക്കും പറഞ്ഞു അന്നേരം അങ്ങനെയാ ഓർത്തത്, കുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് നന്ദി പറയാനാണെങ്കിൽ നന്ദി പറയാനേ ഉള്ളൂ. ജീവിതത്തിൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. ഏത് കാര്യം ഇപ്പൊ രക്ഷിതാക്കളോട് ഒരു താല്പര്യം ഇല്ലായ്മ അല്ലെങ്കിൽ രക്ഷിതാക്കളെ നോക്കാത്ത അവസ്ഥ ഇന്നും എൻ്റെ ഒരു സിസ്റ്റർ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഒരു ലേഡി, വയസ്സായ ലേഡി വീട്ടിൽ കിടന്ന് മരിച്ചുപോയി. മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് മനസ്സിലാകുന്നത് മരിച്ചു എന്നുള്ളത്, അറിയുന്നത്. ഒരു വലിയ വീടാണ്, മക്കളൊക്കെ വിദേശത്താണ്, ലേഡി തനിച്ചേ ഉണ്ടായിരുന്നുള്ളവർ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണല്ലോ ഇപ്പം. അവര് എല്ലാവരും പറന്നു പോകുന്നു. രക്ഷിതാക്കളോടൊരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ കൊണ്ടാണ് നമുക്ക് അവരോടാണ് ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നത്. അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയാലേ നമുക്ക് ബാക്കി ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ അർത്ഥമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ രക്ഷിതാക്കൾക്ക് അപ്പുറത്തെ വീട്ടിലെ രക്ഷിതാവിനെ നോക്കി താരതമ്യം ചെയ്ത് നമ്മുടെ രക്ഷിതാക്കൾ പോരാന്ന് ചിന്തിച്ച് തിരിച്ചോടുന്ന ഒരു സ്വഭാവമാണ് ഇപ്പൊ പിള്ളേർ കാണിക്കുന്നത്. നമുക്ക് കിട്ടിയ രക്ഷിതാവാണ് ഏറ്റവും നല്ല രക്ഷിതാവ്. കാരണം അവരുടെ കോശങ്ങളാണ് നമ്മളിലുള്ളത്. നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും അത് അവരുടെ മിടുക്കാണ് എന്ന് ചിന്തിക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. അവിടുന്നാണ് ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങണ്ടേ. എന്തായാലും ഞാൻ അധികം പറയുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയുമ്പം ഞാൻ വല്ലാതെ പറഞ്ഞു പോകും. പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ അവരോടാണ് ശരിക്കും താങ്ക്സ് പറയുന്നത്. കാരണം നമുക്ക് ആ ഉപകാരം ചെയ്യാനുള്ള സന്ദർഭം അവരുണ്ടാക്കി തന്നല്ലോ. ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞില്ലേ കാപ്പി കുറച്ച് മുറ്റത്തിട്ടിരിക്കുന്നു, അത് നമ്മുടെ മിടുക്കല്ല. മീൻസ് ഞാൻ എപ്പോഴും ഓർക്കും, പിന്നെ തറവാട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്ന് ഇവിടെ സ്ഥലം വാങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ അന്നേരം ഓർക്കും ഇത്രയും വേണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും വേണ്ടായിരുന്നു. അന്ന് ആ ചെറുപ്പത്തിന്റെ ആവേശത്തിന് ഒന്നും ചിന്തിക്കാതെ വാങ്ങിപ്പോയതാണ്. അപ്പൊ അത് ഇത്രയും നമുക്ക് വാങ്ങാൻ പറ്റിയത്, നമുക്കൊരു വലിയ അസുഖം വന്നിരുന്നെങ്കിൽ നമുക്ക് ആ കാശ് ഇങ്ങനെ
ഡൈവേർട്ട് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റിയല്ലായിരുന്നു. അപ്പൊ ദൈവം ആരോടാ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. അതിനുള്ള പകരമായിട്ടാണ് ഞാൻ എന്നാൽ ആ ഒരു ചെറിയൊരു കാര്യം ചെയ്തത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കിപ്പോ ഇത് ഓവറാണ്, ശരിക്കും പറഞ്ഞാൽ ഓവറാ. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാബു സാർ, ആ അതായത് നമ്മുടെ കവി പാടിയ പോലെ ഇപ്പൊ അനിൽകുമാർ സാറ് പറഞ്ഞില്ലേ, അതുപോലെ കവി പാടിയ നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു, അതില് പാതിമയ്യായ മാതാവിനോടോ പാതിമയ്യായ പിതാവിനോടോ പറഞ്ഞിട്ട് പിന്നെ 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോട്, അതുപോലെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഊഴിയിൽ ആദ്യമായി ഞാൻ പെറ്റു വീണ ശുഭമുഹൂർത്തത്തിനോട്, അതിലും വലുതാണ് രക്തബന്ധം മുറിച്ച് അന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കിൾ കൊടിയോടോ. അതിനർത്ഥമുണ്ട് സാറേ. താങ്ക് യു സാർ. സ്നേഹിതമ ദീപം ആരെങ്കിലും പറയണ്ടേ പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ സാറേ ഒരു ജനറൽ കാര്യം ആ ഓമന ടീച്ചർ പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഞാൻ ഓർത്താണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഓമന ടീച്ചർ പറഞ്ഞു നമുക്ക് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാനൊരു സന്ദർഭം തരുമ്പോൾ അവരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന്. കാരണം ഇത് എനിക്ക് ഏതാണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ജംഷഡ്പൂര് ഞങ്ങളുടെ അവിടെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റ്, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ 16 ഇതുണ്ട്, വീട് ഫ്ലാറ്റ്സ് ആയിട്ടുണ്ട് ആ ബിൽഡിങ്ങിൽ. അപ്പോൾ ഏറ്റവും മുകളിൽ, ഞാൻ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഏറ്റവും മുകളിൽ താമസിക്കുന്ന ഒരാള് രാത്രി ഒരു 11:30-12 ചിലപ്പോൾ 1 മണിക്കൊക്കെ വിളിക്കും എന്നെ. ചിലപ്പോൾ അയാളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ലിഫ്റ്റില്ല ആ ബിൽഡിങ്ങിൽ, 4 സ്റ്റോറി ബിൽഡിംഗ് ആണ്, ലിഫ്റ്റില്ല. അപ്പോൾ കസേരയിൽ ഇരുത്തി പിടിച്ചുകൊണ്ട് വരണം. അപ്പം ഇങ്ങനെ 1-2 പ്രാവശ്യം ചെയ്തു. ഒരു തവണ ഞങ്ങളുടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രോഗ്രാമിലൊക്കെ പോയി പാർട്ടിയൊക്കെ കഴിഞ്ഞ് ആകെ ഇത്തിരി ക്ഷീണിച്ച്, കുറച്ച് നല്ല പാർട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ എത്തിയ 1 മണി മറ്റേപ്പോഴും വീട്ടിലെത്തിയ 2 മണിയായപ്പോൾ, അപ്പം നല്ല ഉറക്കത്തിലാണ് ഞാൻ, ഉറക്കം മാത്രമല്ല ക്ഷീണമാണ്. അപ്പോൾ ഇയാൾ പിന്നെയും വന്ന് വിളിച്ചു. പിന്നെ ഞാൻ പറയൂ സാർ. അപ്പൊ അങ്ങനെ റിലക്റ്റന്റ് ആയിട്ട് ഞാൻ അമ്മച്ചീനെ താഴത്തെ കൊണ്ടുവന്നു. ഒരു ബിഹാരിയാണ്. അപ്പൊ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം എനിക്കത് ഇഷ്ടമായില്ല. ഞാൻ ഈ ക്ഷീണിച്ച് വന്ന് കുറച്ച് പാർട്ടിയൊക്കെ കഴിയുമ്പോൾ അറിയാമല്ലോ, ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇയാൾ രാത്രി വന്നിങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യണം. എനിക്കതാ തോന്നിയത്, സത്യം പറയാം. അപ്പം ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, ക്യാ കരേഗാ വോ തോ രാത് കോ ആക്കെ നമുക്ക് ചില രാത്രി 2 മണിക്കൊക്കെ എന്നെ എന്തെങ്കിലും വിളിച്ചപ്പോൾ അയാളൊരു കാര്യം പറഞ്ഞു എന്നോട്. ആ ബിൽഡിങ്ങിൽ 16 വീട്ടുകാരുണ്ട്. ഈ പറഞ്ഞ മനുഷ്യൻ, ഈ ബിഹാരി മനുഷ്യൻ വേറെ എത്രയോ അയാളുടെ ഈ വർക്സിൽ ജോലി ചെയ്യുന്ന അയാളുടെ കലീഗ്സ് വേറെ ഉണ്ട്. ഓഫീസിൽ ജോലി ചെയ്യണ നിന്റെ അടുത്ത് മാത്രം വന്ന് നിന്നോട് സഹായം ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? പുള്ളിക്ക് നിന്നെ അത്രമാത്രം വിശ്വാസമുണ്ട്, നീ ഡിലേ ചെയ്യില്ല, നീ വന്ന് സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ല അയാൾ നിന്റെ അടുത്ത് വന്നത്. ബാക്കിയുള്ള 15 വീട്ടിലും പോകാണ്ട് അയാളുടെ ആ ഫ്ലോറിൽ തന്നെ 4 വീട്ടുകാരുണ്ട്, വേറെ 3 പേരുണ്ട്. അവരും ആരോടും പറയാണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നിന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് മീൻസ് അത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ. അപ്പൊ നീ അഭിമാനിക്കണം, എന്നെ ഒരാള് സഹായിക്കാനായിട്ട് വിളിച്ചല്ലോ എന്നുള്ളതിൽ ഒരു നന്ദി നിനക്ക് അയാളോട് വേണമെന്ന് അന്ന് പറഞ്ഞു. അതിപ്പോൾ ഓമന ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോയതാണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് ആ സമയത്ത് വിഷമം തോന്നിയിരുന്നു, ഇയാള് എന്തിനായി രാത്രി എന്നെ ഒന്ന് വിളിക്കണേ എന്നുള്ളത്. പക്ഷെ അവള് പറഞ്ഞു തന്നപ്പോൾ ദെൻ ഐ റിയലൈസ്, യെസ്, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. അതിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഹിം. ആ നന്ദികേട് ഞാൻ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ എനിക്കത് മനസ്സിലായി തുടങ്ങും. താങ്ക് യു സാർ, താങ്ക് യു. അതൊരു വലിയൊരു അവസരമാണ് അല്ലെ, ദൈവം നൽകിയ ഒരു അവസരമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും. സാധാരണ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരാളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. അപ്പോൾ നമ്മൾ ചെയ്തോളാം, ആളെ തേടി പിടിക്കുകയൊന്നും വേണ്ട. ഓക്കെ, സ്നേഹിതമം കേൾക്കാവോ? ദീപം പറയും. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ സർ. ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ആറ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക് നന്നായിരുന്നു സർ. ഈ പുതുവത്സരത്തിൽ തന്നെ ഈ വിഷയം നമുക്ക് തന്നതുകൊണ്ട് ഇനി നമുക്കിത് ഫോളോ ചെയ്യാം എന്നാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. സ്നേഹിതമ പറഞ്ഞു. സ്നേഹിതമാം അല്ലെങ്കിൽ നയനാർ സാർ കേൾക്കാമോ? സാർ വന്നേ ഉള്ളൂ.
സാറേ ഞാൻ മുഴുവൻ കേട്ടില്ലായിരുന്നു, വേറെ മെഡിറ്റേഷൻ ക്ലാസ്സിലായിരുന്നു. നമ്മളെ ദയവുചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, സാറിന് എന്തും പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ തിരുക്കുറളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നന്ദി മറവത് നന്ദന്റ്. അതായത് ചെയ്ത ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചെയ്ത ഉപകാരത്തിലുള്ള നന്ദി സൂചകമാണ് നമ്മൾ പറയുന്നത്. അതായത് ഏത് രീതിയിൽ കിട്ടിയാലും അത് അതിനെക്കുറിച്ച് 10 ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. കാലത്തിനാൽ ചെയ്ത നന്ദി സിറിതിനും മാനത്തിൻ മാണപ്പെരുത്, ജ്ഞാനത്തിന് മാണപ്പെരുത്. അത് അത് സന്ദർഭവശാൽ ചെയ്യുന്ന ഉപകാരം ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ള നന്ദി വളരെ വലുതായിട്ട് അതിന്റെ പ്രയോജനം കിട്ടിയവർ കരുതും, ഈ ലോകത്തിനേക്കാൾ വലുതായിട്ട് കരുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നല്ല ഉപകാരം ചെയ്തതാണെങ്കിൽ അത് എന്നെന്നും ഓർക്കണം, അല്ലാത്താണെങ്കിൽ ആ നിമിഷം തന്നെ മറന്നേക്കണം എന്നൊക്കെയാണ് തിരുവള്ളുവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നന്ദിയെ കുറിച്ച് നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഒന്ന് തീർച്ചയാണ്, ഒരാൾ ഉപകാരം ചെയ്താലോ എന്തെങ്കിലും അത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് മറക്കരുത് എന്നുള്ളത്. അത് എന്താ പറയുക, അതാണ് മറ്റേ ക്രിസ്ത്യനിൽ വരുന്ന ഉപകാര സ്മരണ. ഏതെങ്കിലും രീതിക്ക് അതിന്റെ ഒരു സ്മരണ പുതുക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ നാളെ ഇത് നോക്കാം, യൂട്യൂബിൽ നോക്കി കേട്ടിട്ട് ഇത് പറയാം. താങ്ക് യു സർ. ഒരു പുതുവത്സര ആശംസകൾ. അതുകൊണ്ടാണ് കെയർ ചെയ്ത്, അത് പറയാൻ വേണ്ടിയിട്ടാണ് കെയർ ചെയ്ത്. പറഞ്ഞു. സാർ, എനിക്ക് ഇന്ന് ദൈവത്തിനോട് നന്ദി പറയാനാണ് രാവിലെ തോന്നിയത്. കാരണം ഞങ്ങള് ഓമന പോളിന്റെ ഒരു കേക്ക് വരുത്തി കോട്ടയത്ത് നിന്ന്. വരുത്തിയിട്ട് അത് കൊച്ചുമകന് മുറിച്ചു കൊടുത്തപ്പോഴേ അവനത് കഴിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കടിക്കാൻ പറ്റുന്നില്ല, ഇത് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഗ്ലാസ്സോ കല്ലോ പോലെ ഒരു സാധനം. അത് അവന്റെ ഉള്ളിലേക്ക് പോയിരുന്നെങ്കിലുള്ള സ്ഥിതി ഓർത്തപ്പോൾ ഇന്ന് രാവിലെ ഈശ്വരനോട് ഒരുപാട് നന്ദി തോന്നി. അവനത് പറഞ്ഞു, 4 വയസ്സുള്ള ആള് അത് പറഞ്ഞെടുത്ത് തന്നുകൊണ്ട്. അപ്പോൾ ഓമന പോളിനെ വിളിച്ച് പറയണോ അതോ ഫുഡ് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുക്കണോ എന്നൊക്കെ ആലോചിച്ചു. ഒന്നും ചെയ്തില്ല. എന്നാൽ ഈശ്വരൻ കുഞ്ഞിനെ രക്ഷിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദി ദൈവത്തിനോട് തോന്നി. അതാണ് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവരോടെല്ലാം എനിക്ക് എന്നും കടപ്പാട് ഉണ്ട്, മനസ്സിൽ ഉണ്ടായിരിക്കും. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എപ്പോഴും ഉണ്ട്. സാറിനോട് ഒരുപാട് കടപ്പാടുണ്ട് ഇങ്ങനെ ഒക്കെ പറയാനുള്ള അവസരം തരുന്നതിന്. താങ്ക് യു സർ. കടപ്പാട് പറയണം, എഴുതണം എന്നാണ് പറഞ്ഞത്. എഴുതണം എന്നാണ് ഈ ബുക്ക് നമ്മളെ നിർദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു മാം. അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയറിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നല്ല നന്ദിയുള്ള മനോഭാവത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും നാളെ കാണാം. താങ്ക് യു സർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.